ഓക്കെ, താങ്ക് യു വിരമോശൻ. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ആണ്, സെക്കൻഡ് മൊഡ്യൂളാണ്. പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം ബുദ്ധി എന്നുള്ള വിഷയമാണ്. ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് കേട്ടറ്റ് കാറ്റഗറി 1-നും 2-നും 6 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇന്റലിജൻസിൽ നിന്ന് ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഇൻ സർവീസ് അധ്യാപകർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ഡെപ്തിലുള്ള ഇത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉള്ള ഞാൻ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പെരിഫറൽ ആയിട്ടുള്ള ബേസിക് ഐഡിയാസ് കൃത്യമായി കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഈ ഏകദേശം ഒരു 90 സ്ലൈഡുകളിലൂടെയാണ് നമ്മുടെ ക്ലാസ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, സ്ലൈഡ് എല്ലാവർക്കും കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. മൈക്ക് ഓൺ ചെയ്യരുത്. ഓൺ ചെയ്ത് പിന്നെ ഓഫ് ചെയ്യാൻ മറക്കും. വീഡിയോ നേരത്തെ സാറ് പറഞ്ഞ പോലെ ഓഡിയോ ഓഫ് ചെയ്താൽ നമ്മുടെ ക്ലാസ്സിന് തടസ്സം സൃഷ്ടിക്കില്ല. 1-2 ആൾക്കാർ മൈക്ക് ഓൺ ചെയ്താൽ ഭയങ്കര ശല്യം ആയിരിക്കും സൗണ്ട്. പിന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് 2012 മുതൽ 2026 വരെ, 26 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് എക്സാം വരെ ചോദിച്ച ഈ ഭാഗത്തു നിന്ന് ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളുടെയും PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ആ PDF കൂടെ നിങ്ങൾ ഈ ക്ലാസ് നന്നായി കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആ PDF കൂടെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്ന് മാഷി പറഞ്ഞതൊന്നും ഇപ്പൊ ആൾക്കാർ കേട്ടിട്ടില്ല തോന്നുന്നു. വീണ്ടും മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോ PDF നന്നായി വർക്കൗട്ട് ചെയ്യണം. ക്ലാസ്സിൽ പറയാത്ത പോയിന്റുകളും PDF ഉണ്ടാവും. കാരണം ജനറൽ കേട്ടറ്റിന് ചോദിച്ച ചോദ്യങ്ങളായതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചിലതൊന്നും ഞാൻ വളരെ ഡെപ്തുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ക്ലാസ് പറഞ്ഞു എന്നല്ല, പക്ഷെ ചോദ്യം വഴി നിങ്ങൾ അതിനെ കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. 4 ഓപ്ഷൻ അതിലുണ്ടാവും. ആൻസർ റെഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും ആൻസറുകളിൽ നിങ്ങൾക്ക് സംശയം തോന്നിയാൽ ഗ്രൂപ്പിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് ചോദിച്ചാൽ ഞാൻ അതിന്റെ ക്ലാരിറ്റി വരുത്തും. ചിലപ്പോൾ മാർക്ക് ചെയ്തപ്പോൾ ചിലപ്പോൾ ഉത്തരമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ഏതെങ്കിലും ഒന്നൊക്കെ ചിലപ്പോൾ മാറാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഉത്തരമല്ല എന്ന് തോന്നിയാൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡൗട്ട് ചോദിക്കാം, ഗ്രൂപ്പിൽ ചോദിക്കാം. യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യം. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ഏരിയ. ബുദ്ധിശക്തി എന്ന ആശയം. എന്താണ് ബുദ്ധി? ബുദ്ധിയുടെ നിർവചനം എന്താണ്? 3 തരത്തിലാണ് ബുദ്ധിയെ നമ്മൾ നിർവചിക്കുന്നത്. അതിൽ ഒന്നാമത്തത് യുക്തിപൂർവം ചിന്തിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനുമുള്ള കഴിവിനെയാണ് ബുദ്ധി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. തിങ്ക് റാഷണലി. ബുദ്ധി യുക്തിപൂർവമായി ചിന്തിക്കുക. ചിന്തിച്ചാൽ മാത്രം പോരാ, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനുമുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെയാണ് ബുദ്ധി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, ഒരു പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകാനുള്ള ക്ഷമത, കഴിവ്, അതും ബുദ്ധിയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഏത് സാഹചര്യത്തിലും ഒരു വ്യക്തിക്ക് ഇണങ്ങിപ്പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ അയാൾ ബുദ്ധിമാനാണ് എന്ന് നമുക്ക് പറയാം. യുക്തിപൂർവം ചിന്തിക്കുകയും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുകയും പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകുക, അഡാപ്റ്റ് ടു എൻവയൺമെന്റ്. അഡാപ്റ്റേഷൻ എന്ന് നമ്മൾ സൈക്കോളജിയിൽ പല പ്രാവശ്യം പറയാറുണ്ട്. സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകുന്നതിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അഡാപ്റ്റ് ടു എൻവയൺമെന്റ്. അതുപോലെ പാരമ്പര്യത്തിന്റെയും പരിസരത്തിന്റെയും സംയുക്ത സൃഷ്ടിയാണ് ഹെറിഡിറ്റി ആൻഡ് എൻവയൺമെന്റ്. ഇതിന്റെ സംയുക്ത സൃഷ്ടിയാണ് ബുദ്ധി. ഇങ്ങനെയാണ് ബുദ്ധിയുടെ പ്രധാനപ്പെട്ട 3 സവിശേഷതകൾ. അപ്പൊ താഴെ പറയുന്നതിൽ ബുദ്ധിയുടെ സവിശേഷത അല്ലാത്തത് ഏത്?
ഓപ്ഷൻ എ യുക്തിപൂർവ്വം ചിന്തിക്കുക, ഓപ്ഷൻ ബി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക, ഓപ്ഷൻ സി പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകാനുള്ള കഴിവില്ലായ്മ, ഓപ്ഷൻ ഡി പാരമ്പര്യത്തിന്റെയും പരിസരത്തിന്റെയും സംയുക്ത സൃഷ്ടി. ഇങ്ങനെ 4 ഓപ്ഷൻ തന്നാൽ നമുക്കത് ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകാനുള്ള കഴിവാണ് ബുദ്ധി, കഴിവില്ലായ്മ എന്നുള്ളതാണ് തെറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഭാഗത്തുനിന്ന് സാധാരണ വരിക. ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോമൻ GK എന്നുള്ള രീതിയിലാണ്. നമുക്ക് സൈക്കോളജിയിൽ അങ്ങനെ വന്നോളൊന്നുമില്ല, പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായ സിസറോ എന്ന് പറയുന്ന വ്യക്തിയാണ്. സിസറോ. ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് റോമൻ രാഷ്ട്രതന്ത്രജ്ഞനായ സിസറോയാണ്. നമ്മുടെ ഭാരതീയ തത്വസംഹിതയായ കഠോപനിഷത്തിൽ ബുദ്ധിയെ രഥത്തിന്റെ തേരാളിയോട് ആയിട്ട് ഉപമിച്ചിട്ടുണ്ട്. നമ്മൾ നോട്ട് ചെയ്യണമെന്നില്ല. ഇന്റലിജൻസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതൊന്ന് നോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ എന്താണ് ബുദ്ധി എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. യുക്തിപൂർവ്വം ചിന്തിക്കാനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവാണ് ബുദ്ധി. മാത്രമല്ല പുതിയ സാഹചര്യങ്ങളുമായി ഇണങ്ങിപ്പോകാനുള്ള ഒരു വ്യക്തിയുടെ ക്ഷമത മീൻസ് കഴിവ് തന്നെയാണ്. പാരമ്പര്യത്തിന്റെയും പരിസരത്തിന്റെയും സംയുക്ത സൃഷ്ടി കൂടിയാണ് ബുദ്ധി. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത സ്ലൈഡ് നോക്കുക. പ്രധാനപ്പെട്ട ബുദ്ധിയുടെ നിർവചനങ്ങൾ. ചില വ്യക്തികൾ ബുദ്ധിക്ക് കൊടുത്ത നിർവചനങ്ങൾ അത് നമ്മൾ പരീക്ഷയ്ക്ക് പല പ്രാവശ്യവും കേട്ടിട്ടുണ്ട്, പലതിനും ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് ഉൾപ്പെടുന്നത്. ഈ 4 ആളുകളും ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികളാണ്. അവര് ബുദ്ധിക്ക് ചില നിർവചനം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡേവിഡ് വെക്സ്ലർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബുദ്ധി അളക്കുന്നതിന് വേണ്ടി കുറെ മാപിനികളൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡെഫിനിഷൻ അദ്ദേഹത്തിനാണ്. യുക്തിപൂർവം ചിന്തിക്കുന്നതിനും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്നതിനും പരിസ്ഥിതിയുമായി സമായോജനം ചെയ്യുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി. നമ്മൾ ആദ്യം പറഞ്ഞ സ്ലൈഡിലുള്ള ആ ഡെഫിനിഷൻ അത് ഡേവിഡ് വെക്സ്ലർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞന്റെ ഡെഫിനിഷനാണ്. യുക്തിപൂർവം ചിന്തിക്കുക, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുക, പരിസ്ഥിതിയുമായി സമായോജനം അഡാപ്റ്റേഷൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിനുള്ള ക്ഷമതയാണ് ബുദ്ധി. അതാണ് ഡേവിഡ് വെക്സ്ലർ. രണ്ടാമത്തെ വ്യക്തി ആർതർ ഗേറ്റ്സ്. അമൂർത്ത വസ്തു എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് തിങ്സ് എന്ന് പറഞ്ഞാൽ തൊടാനോ കാണാനോ കഴിയാത്ത വസ്തുക്കൾ. അതാണ് അമൂർത്ത വസ്തുക്കളെ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമതയാണ് ബുദ്ധി എന്നാണ് ആർതർ ഗേറ്റ്സ് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അമൂർത്ത വസ്തുക്കൾ എളുപ്പം പഠിക്കുന്നതിനും വിദഗ്ധമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ക്ഷമത, അതാണ് ബുദ്ധി. അതാണ് ആർതർ ഗേറ്റ്സിന്റെ നിർവചനം. മറ്റൊന്ന് ഫ്ലിൻ എന്ന് പറയുന്ന വ്യക്തി അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി എന്നാണ് ഫ്ലിൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞത്. അനുഭവങ്ങളിൽ നിന്ന്, അനുഭവാത്മക പഠനം എന്ന് പറയുന്ന ഒരു പഠന രീതി തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അനുഭവങ്ങളിൽ നിന്ന് അനായാസം പഠിക്കുന്നതിനും അമൂർത്തമായി ചിന്തിക്കുന്നതിനുമുള്ള കഴിവാണ് ബുദ്ധി. അതാണ് ഫ്ലിൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. മറ്റൊന്ന് സിറിൽ ബർട്ട്. പഠിക്കാനും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കാനുമുള്ള കഴിവാണ് ബുദ്ധി. ഇതാണ് സിറിൽ ബർട്ട്. പഠിക്കാനും അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് സാഹചര്യങ്ങളുടെ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവാണ് ബുദ്ധി. നമ്മൾ മനസ്സിൽ എപ്പോഴും വരേണ്ടത് സിറിൽ ബർട്ട് എന്ന് കേൾക്കുമ്പോൾ വെല്ലുവിളി എന്ന് ഓർത്തു വെച്ചാൽ മതി. സിറിൽ ബർട്ട്, വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കഴിവ്. ഫ്ലിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അമൂർത്ത ചിന്തനത്തിനുള്ള അനുഭവങ്ങളിലൂടെ അമൂർത്ത ചിന്തനം. ഫ്ലിൻ അനുഭവങ്ങളിലൂടെ അമൂർത്ത ചിന്തനം. ആർതർ ഗേറ്റ്സ് എന്ന് ഓർക്കുമ്പോൾ പ്രശ്ന പരിഹരണം.
ആർതർ ഗെയ്സ് പ്രശ്ന പരിഹരണം, പ്രോബ്ലം സോൾവിങ്, ഡേവിഡ് വെക്സ്ലർ യുക്തിപൂർവമായ ചിന്തയും ലക്ഷ്യബോധത്തോടെയുള്ള പ്രവർത്തനവും. ഇങ്ങനെയൊക്കെ ചെറിയ ടേം വെച്ച് ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ എല്ലാ ഡെഫിനിഷൻ കാണാതെ പഠിക്കാൻ പ്രയാസമായിരിക്കും. ഇനി ബുദ്ധിയുടെ സ്വഭാവമാണ്. ബുദ്ധിയുടെ സ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെയൊക്കെ തന്നെ വേറൊരു ഭാഗം കൂടിയാണ്. എന്നാലും താഴെ കൊടുത്തതിൽ ബുദ്ധിയുടെ സ്വഭാവം അല്ലാത്തത് എന്നൊക്കെ ചോദ്യം വന്നാൽ നമുക്കത് കൃത്യമായി പറയാൻ പ്രയാസമായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബുദ്ധിയുടെ സ്വഭാവം, നേച്ചർ ഓഫ് ഇന്റലിജൻസ്. ഒന്ന് പാരമ്പര്യവും പരിസ്ഥിതിയും. ബുദ്ധി ജന്മസിദ്ധമായ കഴിവുകളും ആർജിതമായ അനുഭവങ്ങളും ചേർന്നതാണ് ബുദ്ധി. ജന്മസിദ്ധമായ കഴിവുണ്ടെങ്കിലേ ബുദ്ധി ഉണ്ടാവുള്ളൂ. കാര്യം ജന്മസിദ്ധമായി ബുദ്ധി ഇല്ലാത്ത ഒരാളെ നമ്മൾ എത്ര അനുഭവം കൊടുത്തിട്ടും കാര്യമില്ല. അത് നമുക്ക് ഒരു ചെറിയ മാറ്റം വരുത്താൻ പറ്റുന്നല്ലാതെ ഉയർന്ന ലെവലിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോ ബുദ്ധി എന്ന് പറയുന്നത് ജന്മസിദ്ധമായ കഴിവുകളും ആർജിതമായ അനുഭവം. ആർജിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുക്കുന്നത്, നേടിയെടുക്കുന്നത്. അപ്പൊ ജന്മസിദ്ധമായ കഴിവും വേണം, പ്ലസ് ആർജിതമായ അനുഭവമാണ്. അതായത് പാരമ്പര്യം വേണം. പാരമ്പര്യത്തിനെയാണ് നമ്മൾ ജന്മസിദ്ധമായ കഴിവ് എന്നുള്ളത് ഉദ്ദേശിച്ചത്. ആർജിതമായ അനുഭവങ്ങളെയാണ് പരിസ്ഥിതി എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിക്ക് നല്ല അനുഭവങ്ങൾ നൽകിയാൽ ഉയർന്ന റേഞ്ചിലെത്തും. ബുദ്ധി കുറഞ്ഞ കുട്ടിക്ക് എത്ര അനുഭവം നൽകിയാലും ആ ഉയർന്ന റേഞ്ചിലേക്ക് എത്തിക്കാൻ കഴിയില്ല. അപ്പൊ ബുദ്ധിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പാരമ്പര്യവും പരിസ്ഥിതിയും ചേർന്നതാണ്. ജന്മസിദ്ധമായ കഴിവും ആർജിതമായ അനുഭവങ്ങളും ചേർന്നതാണ് ബുദ്ധി. മറ്റൊന്ന് വ്യക്തിഗത വ്യത്യാസം ബുദ്ധിയിൽ നമുക്ക് കാണാൻ പറ്റും. മനുഷ്യരിൽ ഒരേ അളവിലല്ല ബുദ്ധി നിലകൊള്ളുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എക്സിസ്റ്റ്. അതായത് നമുക്കറിയാം, ഒരു ക്ലാസ്സിൽ തന്നെ വ്യത്യസ്ത നിലവാരത്തിലുള്ള ബുദ്ധി നിലവാരത്തിലുള്ള കുട്ടികളുണ്ടാവും. എല്ലാ കുട്ടിയും എ ഗ്രേഡ് തന്നെ വാങ്ങണമെന്ന് വാശി പിടിച്ചാൽ അത് സാധ്യമല്ല. ഓരോ കുട്ടിയുടെയും ബുദ്ധി അത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് അനുസരിച്ച്. അതുകൊണ്ടാണ് എ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ ഗ്രേഡുകൾ വരുന്നത്. മാർക്കൊക്കെ തന്നെ വ്യത്യാസം വരുന്നത്. എല്ലാവരും ഒരേപോലെ തന്നെയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കൊരു കൊടുക്കണം. അപ്പൊ ഒരു ക്ലാസ്സിൽ നമ്മൾ എല്ലാ തരത്തിലുള്ള വ്യക്തിഗത വ്യത്യാസമുള്ള കുട്ടികളുണ്ടാവും. ഗിഫ്റ്റഡ് കുട്ടികളുണ്ടാവും, ആവറേജ് കുട്ടികളുണ്ടാവും, ബിലോ ആവറേജ് ഉണ്ടാവും. ചിലപ്പോ ടി വി ഓഫ് ചെയ്യൂ. ഓക്കെ, അഡ്മിൻ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ലേ? ഓക്കെ, വ്യക്തിഗത വ്യത്യാസം. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ NCF 2020 KCF 2023 നമ്മൾ ക്ലാസ് റൂമിൽ യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ലേണിംഗ് അഥവാ UDL ആണ് നടപ്പിലാക്കേണ്ടത്. ഒരു ക്ലാസ്സിൽ വ്യത്യസ്ത ബുദ്ധി നിലവാരത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നൽകുന്നതിനെയാണ് യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ലേണിംഗ്, UDL. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ തരം കുട്ടികളെയും ഒരേപോലെ പരിഗണിക്കുന്ന ക്ലാസ് റൂം. അത് ഇതുകൊണ്ടാണ്, ബുദ്ധിയുടെ ഈ ഒരു സവിശേഷത കൊണ്ടാണ്. മറ്റൊന്ന് വളർച്ചയുടെ പരിധി. പ്രായഭേദങ്ങൾക്കനുസരിച്ച് ബുദ്ധി വികാസം സംഭവിക്കുന്നു. ചില സമയത്ത് 16 മുതൽ 18 വരെ ഉള്ള പ്രായത്തിലാണ് കൂടുതൽ ബുദ്ധി വികസിക്കുക. പ്രായത്തിനനുസരിച്ച് ബുദ്ധി വികാസം വരും, പ്രായത്തിനനുസരിച്ച് വ്യത്യാസം വരും. ലിംഗവ്യത്യാസം, പൊതുവെ ആൺ പെൺ വ്യത്യാസങ്ങൾ സാമാന്യ ബുദ്ധിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നില്ല. ആണാണോ പെണ്ണാണോ എന്നുള്ളതുകൊണ്ട് ബുദ്ധിയിൽ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. പക്ഷേ ചില ബുദ്ധിയുടെ ചില ഭാഗങ്ങളിൽ പെൺകുട്ടികൾ മുന്നിട്ട് നിൽക്കും, ചില ഏരിയയിൽ ആൺകുട്ടികൾ മുന്നിട്ട് നിൽക്കും. ഇതാണ് ബുദ്ധിയുടെ പ്രധാനപ്പെട്ട ചില സവിശേഷതകൾ. ഇനി ബുദ്ധി മാപനവുമായി ബന്ധപ്പെട്ട് മാനസിക മാപനം അല്ലെങ്കിൽ മെന്റൽ മെഷർമെന്റിന്റെ പിതാവ്, മാനസിക മാപനം അഥവാ
മെന്റൽ മെഷർമെന്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അത് നോട്ട് ചെയ്യണം. മാനസിക മാപനത്തിന്റെ പിതാവ് ഫ്രാൻസിസ് ഗാൾട്ടൺ, ഫാദർ ഓഫ് മെന്റൽ മെഷർമെന്റ് എന്ന് അറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ബുദ്ധി പൂർണ്ണമായും പാരമ്പര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഫ്രാൻസിസ് ഗാൾട്ടന്റെ അഭിപ്രായം ആർജിതമായി ഏറ്റെടുക്കുന്നതല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് ബുദ്ധി, അല്ലെങ്കിൽ ജന്മനാ ഉള്ളതാണ് ബുദ്ധി എന്നതാണ് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ലാബിന്റെ പേരാണ് സൈക്കോമെട്രിക് ലാബ്. ഫ്രാൻസിസ് ഗാൾട്ടന്റെ സംഭാവനയാണ് സൈക്കോമെട്രിക് ലാബ്. വ്യക്തികളുടെ മാനസിക കായിക ശേഷികൾ അളക്കാനാണ് ഇദ്ദേഹം ഈ സൈക്കോമെട്രിക് ലാബ് ആരംഭിച്ചത്. സൈക്കോമെട്രിക് ലാബിന്റെ ഉപജ്ഞാതാവ് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. മാനസിക മാപനത്തിന്റെ പിതാവ്, ബുദ്ധിമാപനല്ല, മാനസിക മാപനത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് മെന്റൽ മെഷർമെന്റിന്റെ പിതാവ് ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ദൃശ്യശ്രവ്യ സംവേദനക്ഷമത, പ്രതികരണ സമയം എന്നിവയാണ് ബുദ്ധി. അത് നമുക്ക് അത്ര പ്രാധാന്യമില്ല. അടുത്തത് പ്രധാന ബുദ്ധി ഘടക സിദ്ധാന്തം. ഒരു ചോദ്യം, ഈ ഒന്നോ രണ്ടോ ചോദ്യം ഈ ഒരൊറ്റ സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പ്രധാന ബുദ്ധി സിദ്ധാന്തങ്ങളും അതിന്റെ ഉപജ്ഞാതാക്കളും നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ. എന്തായാലും ഒരു ചോദ്യം ഷുവറാണ്. പ്രധാനപ്പെട്ട ബുദ്ധി സിദ്ധാന്തങ്ങളുടെ ഒരു ഒറ്റ നോട്ടത്തിൽ ഈ സ്ലൈഡിൽ ഞാൻ ഓരോന്ന് ഞാൻ വിശദമായിട്ട് ഓരോ സ്ലൈഡായിട്ട് പറയാം. 6 സിദ്ധാന്തങ്ങളാണ് പ്രധാനമായിട്ടും ബുദ്ധി സിദ്ധാന്തങ്ങൾ, ബുദ്ധിയുമായി ബന്ധപ്പെട്ട തിയറികൾ ഉള്ളത്. അതിൽ ഒന്നാമത്തത് ഏക ഘടക സിദ്ധാന്തം. ഏക ഘടക സിദ്ധാന്തം ബുദ്ധി ഒറ്റ ഘടകമാണ്, സിംഗിൾ ഫാക്ടർ തിയറി എന്നായി പറയാം. ഏക ഘടക സിദ്ധാന്തം. ആൽഫ്രഡ് ബീനെ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ഏക ഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ആൽഫ്രഡ് ബീനെ, ഏക ഘടക സിദ്ധാന്തം പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ദ്വിഘടക സിദ്ധാന്തം. ഏറ്റവും കൂടുതൽ ചോദിച്ചത് ഇതാണ്, ദ്വിഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ടു ഫാക്ടർ തിയറി. ചാൾസ് സ്പിയർമാൻ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് അതിന്റെ ഉപജ്ഞാതാവ്. ഒന്ന് ജി ഘടകം, മറ്റൊന്ന് എസ് ഘടകം. ജി എന്ന് പറഞ്ഞാൽ ജനറൽ, എസ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്. ഓരോ ആളുടെയും ബുദ്ധിയിൽ പൊതുവായ ഘടകവും പ്രത്യേക ഘടകവും, ജനറൽ ഘടകവും സ്പെസിഫിക് ഘടകവും, ജി ഫാക്ടർ ആൻഡ് എസ് ഫാക്ടർ, ഇത് രണ്ടും ഉണ്ടാകും എന്നുള്ളതാണ് ദ്വിഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്. മൂന്നാമത്തത് ബഹുഘടക സിദ്ധാന്തം. ഇ എൽ തൊണ്ടൈക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ബഹുഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ബഹുഘടക സിദ്ധാന്തം, ഇ എൽ തൊണ്ടൈക്ക്. അനേകം സ്വതന്ത്ര കഴിവുകൾ, മൾട്ടി ഫാക്ടർ തിയറി എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. ബഹുഘടക സിദ്ധാന്തം, അനേകം സ്വതന്ത്ര കഴിവുകളുടെ കൂടിച്ചേരലാണ് ബുദ്ധി. അതാണ് ആ ഒരു ബഹുഘടക സിദ്ധാന്തത്തിന്റെ ബേസ്. നാലാമത്തത് സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ലൂയിസ് തേഴ്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തി, ആ ബുദ്ധിന്റെ പേര്, അതിന്റെ ഉപജ്ഞാതാവ് നിർബന്ധമായി പഠിച്ചു വെക്കണം. പിന്നെ ജി ഘടകം, എസ് ഘടകം, അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. 7 പ്രാഥമിക മാനസിക ശേഷികൾ ചേർന്നതാണ് സംഘഘടക സിദ്ധാന്തം. 7 പ്രാഥമിക മാനസിക ശേഷികൾ ചേർന്നതാണ് സംഘഘടക സിദ്ധാന്തം. ലൂയിസ് തേഴ്സ്റ്റൺ എന്ന് പറയുന്ന വ്യക്തിയാണ് സംഘഘടക സിദ്ധാന്തത്തിന്റെ. മറ്റൊന്ന് ബുദ്ധിഘടന അഥവാ SOI, സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്, SOI, സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിഘടന. JP ഗിൽഫോർഡ്, ഇദ്ദേഹമാണ് 3D മോഡൽ ഓഫ് ഇന്റലിജൻസ്. 3D മോഡൽ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് JP ഗിൽഫോർഡിന്റെ സംഭാവനയാണ്. സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്നുള്ള ആ സാധനം തന്നെയാണ് 3D മോഡൽ ഓഫ് ഇന്റലിജൻസ്. 180 ഘടകങ്ങളുടെ കൂടിച്ചേരലാണ് ബുദ്ധി എന്നുള്ളതാണ് ഗിൽഫോർഡിന്റെ അഭിപ്രായം. ബുദ്ധിഘടന 180 ഫാക്ടേഴ്സിന്റെ സമ്മേഷനാണ്. JP ഗിൽഫോർഡ്. ആറാമത് ത്രിതല സിദ്ധാന്തം, 3 ഫേസ് തിയറി. ത്രിതല സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി എന്ന് പറയും. ട്രയാർക്കിക് തിയറി. റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ
ഒരൊറ്റ സ്ലൈഡിൽ നിന്ന് 1-2 മാർക്ക് നിങ്ങൾക്ക് വരും. ഏകഘടക സിദ്ധാന്തം ആൽഫ്രഡ് ബീനെ, ദ്വിഘടക സിദ്ധാന്തം ചാൾസ് സ്പിയർമാൻ, ബഹുഘടക സിദ്ധാന്തം E.L. തൊണ്ടൈക്ക്, സംഘഘടക സിദ്ധാന്തം ലൂയിസ് തേഴ്സ്റ്റൺ, ബുദ്ധിഘടന അഥവാ 3D മോഡൽ ഓഫ് ഇന്റലിജൻസ് J.P. ഗിൽഫോർഡ്, ത്രിതല സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് തിയറി റോബർട്ട് സ്റ്റേൺബർഗ്. ഏകഘടക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറഞ്ഞ പോയിന്റുകൾ കൂടെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു ലെവലിൽ വന്നാൽ കാറ്റഗറി 2-നൊക്കെ ചിലപ്പോൾ അങ്ങനെ ചോദിച്ചുകൂടായില്ല. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകഘടക സിദ്ധാന്തം ആൽഫ്രഡ് ബീനെയാണ്. അതിന്റെ ആശയം ഞാൻ നേരത്തെ പറഞ്ഞു. ബുദ്ധി എന്നത് ഒറ്റ ഘടകമാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരേ സമഗ്ര ബുദ്ധിശക്തിയാണ് ഉപയോഗിക്കുന്നത്. ഒറ്റ ഘടകത്തിലാണ് ബുദ്ധി അധിഷ്ഠിതമായിരിക്കുന്നത്. ഏത് പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ബുദ്ധിയുടെ ഒരേ ഒരു ഘടകമാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ആൽഫ്രഡ് ബീനെ മുന്നോട്ട് വെച്ച്. അദ്ദേഹം ഒരു ഫ്രഞ്ച് വിദ്യാഭ്യാസ പണ്ഡിതനാണ്. രണ്ടാമത്തത് ദ്വിഘടക സിദ്ധാന്തം 2 ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് ചാൾസ് സ്പിയർമാൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ജി ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജനറൽ ഫാക്ടർ ആണ്, സാമാന്യ ബുദ്ധിയാണ്, പാരമ്പര്യമായി ലഭിക്കുന്നത് ജനറൽ ഇന്റലിജൻസ് ആണ്, ജനറൽ ഫാക്ടർ ആണ്. പാരമ്പര്യമായി ലഭിക്കുന്നതിനെയാണ് ജനറൽ ഫാക്ടർ അഥവാ ജി ഫാക്ടർ എന്ന് വിളിക്കുന്നത്. എസ് ഫാക്ടർ അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സവിശേഷ ബുദ്ധിയാണ്. പരിശീലനത്തിലൂടെയും അനുഭവത്തിലൂടെയും നേടുന്ന ബുദ്ധിയാണ് എസ് ഫാക്ടർ. അപ്പോ അനുഭവത്തിലൂടെയും പരിശീലനത്തിലൂടെയും നേടുന്ന എസ് ഫാക്ടറും സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ പാരമ്പര്യമായി ലഭിക്കുന്ന ജി ഫാക്ടറും ചേർന്നതാണ് ദ്വിഘടക സിദ്ധാന്തം 2 ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. ഈ ഭാഗത്തു നിന്നൊക്കെ വന്ന ഒരു എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്ക് ഉൾപ്പെടുത്താൻ എല്ലാ ചോദ്യങ്ങളും വേറെ PDF തരും. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഒരു 1-2 ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ചിത്രം തന്നിട്ടാണ്. ആ ചിത്രം ഇവിടെ ഇല്ല. 2 ചിത്രങ്ങൾ കൂടി ചേരുന്നിടത്ത് ഒരു ജിയും ഒരു എസും നൽകിയിരിക്കുന്ന പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ജിയും എസും കണ്ടാൽ നമ്മൾ ഒന്നും നോക്കാല്ല, അത് ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും സ്പിയർമാന്റെ ദ്വിഘടക സിദ്ധാന്തമാണ്. വേറൊന്ന്, സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഒരു കുട്ടി ഗണിതത്തിൽ നന്നായി ശോഭിക്കുവാൻ കാരണം അവന്റെ അല്ലെങ്കിൽ അവളുടെ ബുദ്ധിശക്തിയുടെ ഏതെല്ലാം ഘടകങ്ങൾ മൂലമാണ്? സാമാന്യ ഘടകവും വിശിഷ്ട ഘടകവും ചേർന്നാണ്. അതായത് ജി ഫാക്ടറും എസ് ഫാക്ടറും ചേർന്നാണ്. ഇനി മൂന്നാമത്തത് ബഹുഘടക സിദ്ധാന്തം അഥവാ മൾട്ടി ഫാക്ടർ. E.L. തൊണ്ടൈക്കിനെ പറ്റി കേൾക്കുമ്പോൾ പഠനത്തിൽ നമ്മൾ പൂച്ചയാണല്ലോ നമ്മൾ മനസ്സിലേക്ക് വരിക. അദ്ദേഹം ഒരു ബിഹേവിയറിസ്റ്റ് ആണ്. ബിഹേവിയർ ആയിട്ട് പഠിച്ച പഠനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ് പറയാം. അദ്ദേഹം പറയുന്നത് ജി ഫാക്ടർ, ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല. പകരം ബുദ്ധി അനേകം സ്വതന്ത്ര കഴിവുകളുടെ കൂട്ടമാണ്. സ്പെസിഫിക് എബിലിറ്റീസ് ആണ് ഉള്ളത്. അത് 1, 2, 3 ഒന്നുമല്ല, കുറെ ഉണ്ടാവും. അല്ല ജി ഫാക്ടർ, പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറേ ഇല്ല. പകരം സ്വതന്ത്ര കഴിവുകളുടെ പരിശീലനത്തിലൂടെയാണ് ബുദ്ധി വികസിപ്പിക്കുന്നത്. അതാണ് ബഹുഘടക സിദ്ധാന്തം. സംഘഘടക സിദ്ധാന്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫാക്ടർ തിയറി തേഴ്സ്റ്റൺ ആണ്. അദ്ദേഹം ബുദ്ധിയെ 7 പ്രാഥമിക ശേഷികളുടെ പ്രൈമറി മെന്റൽ എബിലിറ്റീസ് എന്നാണ് ഇത് പറയുന്നത്. 7 പ്രാഥമിക ശേഷികളുടെ കൂട്ടം ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി തേഴ്സ്റ്റന്റെ 7 പ്രാഥമിക മാനസിക ശേഷികൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നമ്മൾ നോക്കി വെക്കാം. 1 വാചിക ശേഷി അല്ലെങ്കിൽ വെർബൽ കോംപ്രിഹെൻഷൻ. 2 വാചാലത അല്ലെങ്കിൽ ഫ്ലുവൻസി. 3 നമ്പർ എബിലിറ്റി അല്ലെങ്കിൽ സംഖ്യാശേഷി. 4 സ്പേഷ്യൽ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ സ്ഥലപരമായ ശേഷി. 5 അസോസിയേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ ഓർമ്മശക്തി. 6 പെർസെപ്ച്വൽ സ്പീഡ് പ്രത്യക്ഷണ വേഗം. 7 ഇൻഡക്റ്റീവ് റീസണിങ് അല്ലെങ്കിൽ നിഗമന ചിന്താശേഷി. ഈ 7 മാനസിക ശേഷികൾ ചേർന്നതാണ് തേഴ്സ്റ്റന്റെ സംഘഘടക സിദ്ധാന്തം എന്ന് പറയുന്നത്.
അപ്പൊ ഈ 7 മാനസിക ശേഷികൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോ അത് ഉയർന്ന ലെവൽ ചോദ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ആണ് അങ്ങനെ വരിക. 100% എന്ന് പറയാൻ പറ്റില്ലല്ലോ ഏത് രീതിയിലാണ് വരിക എന്നുള്ളത്. ചിലപ്പം ഒന്ന് സാധാരണ ഈ നമ്മളെ സർവീസ് ടീച്ചേഴ്സിന് പൊതുവെ അത്ര പ്രയാസപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചോദ്യം ഇടുന്ന ആളുകൾക്കനുസരിച്ചൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ഇതൊക്കെ കുറച്ചുകൂടെ ഉയർന്ന തരത്തിലുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തവയിൽ തേഴ്സ്റ്റന്റെ പ്രാഥമിക മാനസിക ശേഷികളുടെ ശരിയായ ക്രമം അല്ലെങ്കിൽ ശേഷികൾ തന്നിട്ട് ക്രമപ്പെടുത്തുക. എന്നിട്ട് 1, 2, 3 അങ്ങനെയൊക്കെ തരാം. അങ്ങനെയൊക്കെ ഉയർന്ന തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയി വരാം. അപ്പൊ എന്തായാലും അതിന്റെ ഒരു ഓർഡർ ഒന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. 1 വെർബൽ കോംപ്രിഹെൻഷൻ, വാചിക ശേഷി. 2 വേർഡ് ഫ്ലുവൻസി അല്ലെങ്കിൽ പദ വാചാലത. 3 നമ്പർ എബിലിറ്റി അല്ലെങ്കിൽ സംഖ്യാശേഷി. 4 സ്പേഷ്യൽ വിഷ്വലൈസേഷൻ, സ്ഥലപരമായ ശേഷി. 5 അസോസിയേറ്റീവ് മെമ്മറി, ഓർമ്മശക്തി. 6 പെർസെപ്ച്വൽ സ്പീഡ്, പ്രത്യക്ഷണ വേഗം. 7 ഇൻഡക്റ്റീവ് റീസണിങ് അഥവാ നിഗമന ചിന്ത. ഇത്രയാണ് അദ്ദേഹത്തിന്റെ 7 പ്രാഥമിക ശേഷികൾ. ഇനി ഗിൽഫോർഡിന്റെ ബുദ്ധിഘടനാ സിദ്ധാന്തം 3D മോഡൽ, ത്രിമാന മാതൃക. ബുദ്ധിക്രിയകളെ 3 തലങ്ങളിലായി കോണ്ടന്റ്, ഓപ്പറേഷൻ, പ്രോഡക്ട്സ് ഇങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിനെ 6 × 5 × 6 ടോട്ടൽ 180. അതായത് കോണ്ടന്റിൽ 6 എണ്ണം, പ്രോഡക്റ്റിൽ 5 എണ്ണം, ഓപ്പറേഷനിൽ 5 എണ്ണം, പ്രോഡക്റ്റിൽ 6 എണ്ണം, ഇങ്ങനെ 180. വളരെ വിശദമായി നിങ്ങൾ പഠിക്കണ്ട. സ്ലൈഡിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. ഇത് എന്തൊക്കെയാന്ന് കാണാതെ പഠിക്കുകയേ വേണ്ട. ഉള്ളടക്കം, മനോവ്യാപാരം, ഉൽപ്പന്നം, ഈ 3 എണ്ണമാണ് ത്രിമാന മാതൃക എന്ന് മാത്രമേ നമ്മൾ പഠിച്ചാൽ മതി. ഉള്ളടക്കത്തിൽ ഏതൊക്കെയാണെന്നൊന്നും പഠിക്കണ്ട, മനോവ്യാപാരത്തിൽ ഏതൊക്കെയാണെന്നും പഠിക്കണ്ട. സ്ലൈഡിൽ ഞാൻ ജസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉള്ളടക്കം, വിവരങ്ങൾ ഏത് രൂപത്തിലാണ്? വിഷ്വല്, ഓഡിറ്ററി, സിംബോളിക്, സെമാന്റിക്, ബിഹേവിയറൽ. ഇതാണ് ബുദ്ധിയുടെ ഉള്ളടക്കം. ഇത് മനോവ്യാപാരം അല്ലെങ്കിൽ പ്രക്രിയ എന്ന് പറയുന്നത് മസ്തിഷ്കം നടത്തുന്ന പ്രക്രിയ. കൊഗ്നിഷൻ, മെമ്മറി, ഡൈവേർജന്റ് തിങ്കിങ്, കൺവേർജന്റ് തിങ്കിങ്, ഇവാലുവേഷൻ. ഇതാണ് മനോവ്യാപാരം. ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം, യൂണിറ്റ്സ്, ക്ലാസസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻ. ഈ നമ്മൾ ത്രിമാന മാതൃക, ഗിൽഫോർഡിന്റെ ആരാണ് ത്രിമാന മാതൃക, ബുദ്ധിയുടെ ത്രിമാന മാതൃക രൂപപ്പെടുത്തി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ ത്രിമാന മാതൃകയിൽ ഏതെല്ലാം ഉൾപ്പെടും? ഉള്ളടക്കം, മനോവ്യാപാരം അല്ലെങ്കിൽ ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ 3ാമത്തെ ഉൽപ്പന്നം. പിന്നെ എത്ര ബുദ്ധി ഘടകങ്ങൾ ചേർന്നതാണ് 3D മോഡൽ എന്ന് ചോദിച്ചാൽ 180 ആണ്. ടോട്ടല് 180 ആണ്. ഉള്ളടക്കത്തിൽ 6 എണ്ണം, മനോവ്യാപാരത്തിൽ 5 എണ്ണം, ഉൽപ്പന്നങ്ങളിൽ 6 എണ്ണം. അങ്ങനെ 100 ഇൻറ്റു ആണ് 180 എണ്ണമാണ്. ഇതിലൊക്കെ പരസ്പരം ഇൻറ്റു ചെയ്തതാണ്. അപ്പോ ഈ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യാം. ഏത് മുൻകാലത്തെ ചോദ്യങ്ങൾ വന്ന ചില മാതൃകാ ചോദ്യമാണ്. ഗിൽഫോർഡിയന്റെ അടിസ്ഥാന ഘടകങ്ങൾ: ഉള്ളടക്കം, മനോവ്യാപാരം, ഉൽപ്പന്നം. ഇനി അടുത്ത റോബർട്ട് സ്റ്റേൺബർഗിന്റെ ത്രിതല സിദ്ധാന്തം, ട്രയാർക്കിക് തിയറി. റോബർട്ട് സ്റ്റേൺബർഗ് ബുദ്ധിക്ക് 3 തലങ്ങൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ 1ാമത്തെ തലം വിശകലന ബുദ്ധി അഥവാ അനലിറ്റിക്കൽ ഇന്റലിജൻസ്. വിശകലനം, അനലിറ്റിക്കൽ. കോമ്പണൻഷ്യൽ ഇന്റലിജൻസ് എന്നും പറയുന്നത്. അനലിറ്റിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ കോമ്പണൻഷ്യൽ ഇന്റലിജൻസ്. വിശകലന ബുദ്ധി വസ്തുക്കളെ അപഗ്രഥിക്കാനും യുക്തിപൂർവം ചിന്തിക്കാനുമുള്ള കഴിവിനെയാണ് വിശകലന ബുദ്ധി, അനലിറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. 2ാമത് സർഗാത്മക ബുദ്ധി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഇന്റലിജൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയും. ക്രിയേറ്റീവ് ഇന്റലിജൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ്. പുതിയ പ്രശ്നങ്ങൾ സർഗാത്മകമായി പരിഹരിക്കാനുള്ള കഴിവ്. പരിഹരിക്കുക എന്നുള്ളത് സർഗാത്മകമാകുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ, ക്രിയേറ്റീവായിട്ട് പരിഹരിക്കുക, ഇലക്കം മുഴുവനും കേടില്ലാതെ പരിഹരിക്കുക. 3ാമത് പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ ഇന്റലിജൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ് എന്ന് പറയും. സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ അനുകൂലമാക്കാനുമുള്ള കഴിവ്. നമ്മൾ സ്ട്രീറ്റ് സ്മാർട്ട് ഇന്റലിജൻസ് എന്നും പറയാറുണ്ട്. അപ്പോ
മൂന്നാണ് ത്രിതല സിദ്ധാന്തം അല്ലെങ്കിൽ ട്രയാർക്കിക് സിദ്ധി. ഒന്ന് വിശകലന ബുദ്ധി, കോമ്പണൻഷ്യൽ ഇന്റലിജൻസ്. വസ്തുക്കളെ അപഗ്രഥിക്കാനും യുക്തിപൂർവം ചിന്തിക്കാനുമുള്ള കഴിവിനെയാണ് വിശകലന ബുദ്ധി, കോമ്പണൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ തലം സർഗാത്മക ബുദ്ധി അഥവാ ക്രിയേറ്റീവ് ഇന്റലിജൻസ്, എക്സ്പീരിയൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാം. പുതിയ പ്രശ്നങ്ങൾ സർഗാത്മകമായി പരിഹരിക്കാനുള്ള കഴിവാണ്. മൂന്നാമത് പ്രായോഗിക ബുദ്ധി അഥവാ കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്, സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ അനുകൂലമാക്കാനുമുള്ള കഴിവ്. ഈ മൂന്ന് തലങ്ങളെയാണ് വിശകലന ബുദ്ധി, സർഗാത്മക ബുദ്ധി, പ്രായോഗിക ബുദ്ധി എന്നീ മൂന്ന് ബുദ്ധിയുടെ തലങ്ങളെയാണ് ത്രിതല സിദ്ധാന്തം അഥവാ ട്രയാർക്കിക് തിയറി എന്ന് പറയുന്നത്. ഒരു ചോദ്യം നോക്കൂ. ഒരു വ്യക്തിക്ക് സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും സാഹചര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കാനും കഴിയുന്ന ബുദ്ധി എന്ന് റോബർട്ട് സ്റ്റേൺബർഗ് വിശേഷിപ്പിക്കുന്ന ഘടകമേത്? കോണ്ടെക്സ്ച്വൽ ഇന്റലിജൻസ്, പ്രായോഗിക ബുദ്ധിയാണ്. ഡിസംബർ 2020 ചോദിച്ച ചോദ്യമാണത്. അപ്പൊ ഒക്കെ ഒരു ചോദ്യം ഞാൻ വെറുതെ ഉൾപ്പെടുത്തിയെന്നുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരാം, വിശദാക്കി തരാം. അടുത്തത് ദ്രവീകൃത പരൽരൂപ സിദ്ധാന്തം അഥവാ ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. റൈമണ്ട് കാറ്റൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ദ്രവീകൃത പരൽരൂപ സിദ്ധാന്തം എന്നാണ് മലയാളം. ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, റൈമണ്ട് കാറ്റൽ. അദ്ദേഹം രണ്ട് തരത്തിലാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഒന്ന് ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ദ്രവീകൃത ബുദ്ധി, ജന്മസിദ്ധമായ പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്. 20 വയസ്സ് വരെ ദ്രവീകൃത ബുദ്ധിയായിരിക്കും കൂടുതൽ. 20 വയസ്സിന് ശേഷം അതിന്റെ വളർച്ചാ നിരക്ക് കുറയാണ് ചെയ്യുക. രണ്ടാമത് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, അറിവിലൂടെയും അനുഭവത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ആർജിച്ചെടുക്കുന്ന ബുദ്ധിയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. 60 വയസ്സ് വരെ ഇത് വികസിക്കും. അപ്പൊ 20 വയസ്സ് വരെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ്, ജന്മസിദ്ധമായ ബുദ്ധിയാണ്. പരൽരൂപ ബുദ്ധി അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല് അനുഭവത്തിലൂടെയും അറിവിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ആർജിച്ചെടുക്കുന്നതാണ്. 20 വയസ്സിന് ശേഷമാണ് അത് കൂടുതൽ ഉണ്ടാവുക. 20 വയസ്സ് വരെ ദ്രവീകൃത ബുദ്ധിയും 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസുമായിരിക്കും കൂടുതൽ വികാസം പ്രാപിക്കുന്നത്. അപ്പോൾ ബുദ്ധിയെ ഫ്ലൂയിഡ് ഇന്റലിജൻസ്, ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്നിങ്ങനെ തരംതിരിച്ച വ്യക്തി റൈമണ്ട് കാറ്റലാണ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് അഥവാ ദ്രവീകൃത ബുദ്ധി എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായ ബുദ്ധിയാണ്. ജീവശാസ്ത്രപരമായ ഘടകങ്ങൾക്കാണ് അത് പ്രാധാന്യം. 20 വയസ്സ് വരെയാണ് അതിന്റെ വളർച്ച കൂടുതലുള്ളത്. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അറിവിലൂടെയും അനുഭവത്തിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും ആർജിച്ചെടുക്കുന്ന ബുദ്ധിയാണ്. പരിസ്ഥിതിയും വിദ്യാഭ്യാസവും ചേർന്ന് രൂപപ്പെടുത്തുന്ന ബുദ്ധിയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. 20 വയസ്സ് വരെ ഉണ്ടാവും, അത് വികസിക്കും. പക്ഷെ 20 വയസ്സിന് ശേഷമാണ് കൂടുതൽ വികസിക്കുക. 60 വയസ്സ് വരെ അതിന്റെ വികാസം നടക്കും. പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ ബുദ്ധികൾ ഉണ്ട്. അതിന്റെ സാമ്പിളിംഗ് തിയറി ആവിഷ്കരിച്ചത് GH തോംസൺ. പേര് മാത്രം പഠിച്ചാൽ മതി. ബുദ്ധിയുടെ സാമ്പിളിംഗ് സിദ്ധാന്തം, സാമ്പിളിംഗ് തിയറി GH തോംസൺ. ഹൈറാർക്കിയൽ സിദ്ധാന്തം സിറിൽ ബർട്ട് ആൻഡ് വെർണോൺ. സിറിൽ ബർട്ട് ആൻഡ് വെർണോൺ പിരമിഡ് പോലെ തരംതിരിച്ചതാണ്. അതാണ് ഹൈറാർക്കിയൽ തിയറി. രണ്ടും ജസ്റ്റ് ആളെ പേര് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സാമ്പിളിംഗ് തിയറി GH തോംസൺ, ഹൈറാർക്കിയൽ തിയറി പിരമിഡ് പോലെ സിറിൽ ബർട്ട്. അപ്പൊ ഇത്രയാണ് ബുദ്ധിയുടെ പ്രധാനപ്പെട്ട തിയറികൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അപ്പൊ ബുദ്ധി സിദ്ധാന്തങ്ങളിൽ നിന്ന് നേരത്തെ പറഞ്ഞ ബുദ്ധി സിദ്ധാന്തത്തിൽ 1 മുതൽ 2 വരെ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൽ നിന്ന് 2 ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കണം. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എന്ന് പറയുന്ന ഈ തിയറി വളരെ പ്രധാനപ്പെട്ടതും ഏറ്റവും പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ അത്രയും പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്നതുമായ ഒരു ബുദ്ധി ആയതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വളരെയധികം സാധ്യതയുള്ള ഒരു ഏരിയയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ മൾട്ടി ഫാക്ടർ തിയറി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് രണ്ടാണ്. മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയുന്നത് തൊണ്ടൈക്കിന്റെ തിയറിയാണ്. ബഹുഘടക സിദ്ധാന്തമാണ്.
മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി ഹവാർഡ് ഗാർഡിനർ ആണ്. അത് വളരെ വ്യത്യാസമാണ്. മറ്റൊരു ബിഹേവിയർസ് തിയറിയാണ്. അതിന് ബുദ്ധിക്ക് വ്യത്യസ്ത ഘടകങ്ങളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ മൾട്ടി ഫാക്ടർ തിയറി. പക്ഷെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. നമ്മൾ വിശദമായി നമ്മളിപ്പോ ഇനി പഠിക്കാൻ പോവാണ്. ഇപ്പൊ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി മുന്നോട്ട് വെച്ച വ്യക്തി, അത് പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അതെ ആ താഴ്ത്തെടുക്കണേ. ഓക്കെ, ക്ലിയർ. ഹവാർഡ് ഗാർഡിനർ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി മുന്നോട്ട് വെച്ച വ്യക്തി. കേട്ടറ്റിന്റെ ഒരുവിധ എല്ലാ പരീക്ഷയിലും ഈ ചോദ്യം നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. ഹവാർഡ് ഗാർഡിനർ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ 2 പുസ്തകങ്ങൾ, അതിൽ നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരാം. ജുലീഷോ ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രശസ്തമായ 2 പുസ്തകങ്ങൾ, ഒന്ന് ഫ്രെയിംസ് ഓഫ് മൈൻഡ് പഠിച്ചു വെക്കണം. രണ്ടാമത് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് 1983 ഇറക്കിയ പുസ്തകമാണ്. കുറെ കാലമൊന്നും ആയിട്ടില്ല. അപ്പൊ ഈ പുസ്തകങ്ങളിലാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത്. അപ്പൊ ബുദ്ധി എന്ന് പറയുന്ന ഒരൊറ്റ ഘടകമല്ല, വ്യത്യസ്ത തരം ബുദ്ധികൾ കുട്ടികളിൽ ഉണ്ടാവും. ചിലത് ഏറ്റക്കുറച്ചിലുണ്ടാവും, ചിലപ്പോൾ എല്ലാ ബുദ്ധി എല്ലാ കുട്ടിയിലും ഉണ്ടാവില്ല, ചിലപ്പോൾ ചില ടൈപ്പ് ബുദ്ധികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് ഇദ്ദേഹം ആദ്യം 7 തരം ബുദ്ധികളെയാണ് അവതരിപ്പിച്ചത്. 7 തരം ബുദ്ധികൾ. പിന്നീട് 1998 പ്രകൃതിപരമായ ബുദ്ധി കൂട്ടിച്ചേർന്നു. ഇപ്പോൾ 8 പ്രധാനപ്പെട്ട ബുദ്ധികളാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിലുള്ളത്. 8 പ്രധാനപ്പെട്ട ബുദ്ധികൾ. ഓരോ ബുദ്ധിയും വളരെ എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. ഓരോ ബുദ്ധിയും നമ്മൾ വിശദമായി പഠിക്കണം, എക്സാമ്പിൾ പഠിക്കണം. എക്സാമ്പിൾ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഒന്നാമത്തെ ബുദ്ധി നോക്കൂ, വാചിക ഭാഷാപരമായ ബുദ്ധി. വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. നന്നായി സംസാരിക്കുക, നന്നായി ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകന്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒന്നാമത്തെ ബുദ്ധിയാണ്, വാചിക ഭാഷാപരമായ ബുദ്ധി. നന്നായി എഴുതുന്ന എഴുത്തുകാരൻ, നന്നായി വായിക്കുന്ന ആള്, നന്നായി കഥ പറയുന്ന ആള്, നന്നായി പ്രസംഗിക്കുന്ന ആള്, അതുപോലെ എന്താ പറയാ, നല്ല വക്കീല്, നല്ല മാധ്യമ പ്രവർത്തകർ, ഇവരിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ബുദ്ധിയാണ് വാചിക ഭാഷാപരമായ ബുദ്ധി. നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാവും. അത് കേൾക്കുമ്പോൾ തന്നെ ആരിലൊക്കെയാണ് ഉണ്ടാവുക എന്ന് പറയും. നല്ല ഫ്ലുവൻസി ഉള്ള ആളുകൾ, നന്നായി സംസാരിക്കുന്നവർ, നന്നായി പ്രസംഗിക്കുന്നവർ, നന്നായി കോടതികളിൽ വാദിക്കുന്നവർ, നല്ല രീതിയിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നവർ, ചർച്ചകളിൽ പങ്കെടുക്കുന്നവരൊക്കെ വാചിക ഭാഷാപരമായ ബുദ്ധിയുള്ള ആളുകളാണ്. രണ്ടാമത്തെ ബുദ്ധി യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധി, ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്നാണ് പറയാം. ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, അതായത് കണക്ക് കൂട്ടല്, കാര്യകാരണ ബന്ധങ്ങൾ കണ്ടെത്തല്, പ്രശ്ന പരിഹരണം, ഇതൊക്കെ ഈ യുക്തി ചിന്ത ഗണിതപരമായ ബുദ്ധി കൂടുതലുള്ള ആളുകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഗണിത ശാസ്ത്രജ്ഞന്മാര്, അതുപോലെ അക്കൗണ്ടന്റുമാര്, എഞ്ചിനീയർമാര് ഒക്കെ യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധി, അതും നമുക്ക് പെട്ടെന്ന് തന്നെ ഉദാഹരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ക്ലാസ് റൂം തലത്തിൽ ചില ചോദ്യങ്ങൾ ചിലപ്പോൾ വരാം. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു കുട്ടി പെട്ടെന്ന് പാറ്റേണുകൾ പൂർത്തിയാക്കുന്നു. ഈ കുട്ടിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബുദ്ധി ഏതാണ്? യുക്തിചിന്ത ഗണിതപരമായ ബുദ്ധിയായിരിക്കും. വേറെ നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ പറയാം. ക്രമത്തിലും
ചിട്ടയും പാലിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടിയിൽ കാണുന്ന ബുദ്ധി. ചിട്ടയും ക്രമവും പാലിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കുട്ടിയിൽ കാണുന്ന ബുദ്ധി അത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ. ചെസ് കളിക്കാരനിൽ കാണപ്പെടുന്ന ബുദ്ധി, ചെസ് ഒരു മാത്തമാറ്റിക്കൽ കളിയാണല്ലോ, ചെസ് കളിക്കാരിൽ കാണപ്പെടുന്ന ബുദ്ധി ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. ചെസ് കളിക്കാരൻ പാറ്റേണുകൾ പൂർത്തിയാക്കുന്ന, പെട്ടെന്ന് പാറ്റേൺ പൂർത്തിയാക്കുന്നത്. അപ്പൊ ഇങ്ങനെ ലോജിക്കുമായി ബന്ധപ്പെട്ടതൊക്കെ നമുക്ക് നിന്ന് ഈ രണ്ടാമത്തെ ബുദ്ധിയാണെന്ന് മനസ്സിലാക്കാം. മൂന്നാമത് ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ദൃശ്യസ്ഥലപരം, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്. ദൃശ്യസ്ഥലപരം, ഭൂപട വായന, ചിത്രം വരക്കൽ, മനസ്സിൽ ചിത്രങ്ങൾ ഉണ്ടാക്കൽ, അതൊക്കെ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ഇപ്പൊ ചിത്രകാരന്മാരിൽ കാണപ്പെടുന്ന ബുദ്ധി, ശില്പികളിൽ കാണപ്പെടുന്ന ബുദ്ധി, പൈലറ്റുമാരിൽ കാണപ്പെടുന്നത്, ഡ്രൈവർമാരിൽ കാണപ്പെടുന്നതൊക്കെ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. നമുക്കറിയാം ചില ആൾക്കാർ ഗൂഗിൾ മാപ്പ് പോലെയാണ്. ഒരു പ്രാവശ്യം ഒരു സ്ഥലത്തേക്ക് പോയാൽ പിന്നെ അവർക്ക് ഒന്നും വേണ്ട, അവർ പെട്ടെന്ന്. നമ്മളൊക്കെ എത്ര പ്രാവശ്യം ഒരു സ്ഥലത്തേക്ക് പോയാലും ആ വഴി നമുക്ക് ഓർത്തു വെക്കാൻ കഴിയില്ല. നമുക്ക് ദൃശ്യസ്ഥലപരമായ ബുദ്ധി കുറവാന്നതിന്റെ അർത്ഥം. അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ഭൂപടമൊക്കെ പെട്ടെന്ന് നോക്കി കണ്ടെത്താൻ കഴിയും ചില കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ദൃശ്യസ്ഥലപരമായ ബുദ്ധി കൂടുതലാണ്. ഞാൻ ക്ലാസ്സിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ പറയാം, അതൊക്കെ ദൃശ്യസ്ഥലപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തത് ദിക്കറിയൽ എന്ന പ്രവർത്തനം നടത്തുമ്പോൾ ദൃശ്യസ്ഥലപര ബുദ്ധിയാണ്. മാപ്പ്, പ്ലാന്, ഭൂപട വായന. മാപ്പ്, പ്ലാന്, ഭൂപട വായന ദൃശ്യസ്ഥലപരമായ ബുദ്ധി. വഴി കണ്ടെത്തൂ എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്യുമ്പോൾ കുട്ടിയിലുണ്ടാകുന്നത് ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ചിത്രകാരൻ, ശില്പി, സമുദ്രസഞ്ചാരി, ഡ്രൈവർ ഇവരിലൊക്കെ കാണുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധി. പോസ്റ്ററിന് ലേ ഔട്ട് ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റർ നിർമ്മിക്കുന്നത് ദൃശ്യസ്ഥലപര ബുദ്ധി. പോസ്റ്റർ ക്ലാസ്സിലെ ലാംഗ്വേജ് ക്ലാസ്സിൽ പോസ്റ്റർ ഉണ്ടാക്കുന്നു, ദൃശ്യസ്ഥലപര ബുദ്ധി. മാതൃകകൾ നിർമ്മിക്കൽ ദൃശ്യസ്ഥലപര ബുദ്ധി. അതൊക്കെ ദൃശ്യസ്ഥലപരമായ ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. വഴി ഊഹിക്കൽ, ദിക്കറിയൽ, മാപ്പ്, പ്ലാൻ, ഭൂപട വായന, ത്രിമാന ചിത്രം നോക്കി മനസ്സിലാക്കൽ, ചിത്രകാരൻ, ശില്പി, സമുദ്രസഞ്ചാരി, ഡ്രൈവർ എന്നിലുള്ള ബുദ്ധി, പോസ്റ്റർ, ലേ ഔട്ട്, മാതൃകകൾ നിർമ്മിക്കൽ, ഇതെല്ലാം ദൃശ്യസ്ഥലപരമായ ബുദ്ധി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ബുദ്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിയാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി. ഒന്നാമത്തതൊക്കെ എല്ലാവർക്കും കിട്ടും, അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരാറില്ല. ദൃശ്യസ്ഥലപരമായ ബുദ്ധിയിൽ നിന്നാണ് കൂടുതൽ വരിക. അടുത്ത സംഗീതപരമായ ബുദ്ധി, നാലാമത്തത്. സംഗീതപരം, മ്യൂസിക്കൽ ഇന്റലിജൻസ്. ഇപ്പോ യേശുദാസിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബുദ്ധി മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്. ചിലപ്പോൾ 10ാം ക്ലാസ് ജയിച്ച്, നല്ല പാട്ടുകാർ 10ാം ക്ലാസ് ജയിച്ചിട്ടുണ്ടാവില്ല. അതേപോലെ നല്ല ചിത്രകാരന്മാരുണ്ടാവും, 8ാം ക്ലാസ് തോറ്റതായിരിക്കും, പക്ഷെ ആ വേറെ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ ചിത്രം വരക്കാനുള്ള കഴിവുണ്ട്, ദൃശ്യസ്ഥലപരമായ ബുദ്ധി കൂടുതലാണ്. അതേപോലെ പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും, അത് സംഗീതപരമായ ബുദ്ധി കൂടുതലാണ്. അപ്പൊ നോക്കൂ, സംഗീതം, താളം, ഈണം, ശ്രുതി എന്നിവ ആസ്വദിക്കാനും സൃഷ്ടിക്കാനുമുള്ള കഴിവാണ് ഗായകര്, സംഗീത സംവിധായകര്, സംഗീതജ്ഞര്. അത് നമുക്ക് പെട്ടെന്ന് വരികൾ കൂട്ടിച്ചേർക്കൽ, ശബ്ദം, താളം, ഈണം വെച്ച് കവിതകൾ ചൊല്ലൽ, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സംഗീതപരമായ ബുദ്ധി. അത് വേഗം മനസ്സിലാവും, അതും പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല. അടുത്തത് പ്രധാനപ്പെട്ടാണ് ശാരീരിക ചാലക ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. 5ാമത്തത് ശാരീരിക ചാലക ബുദ്ധി, ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ്. ബോഡിലി കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം വഴക്കത്തോടെ ഉപയോഗിക്കാനും നിയന്ത്രിക്കാനുമുള്ള കഴിവ്. അതൊരു കഴിവ് തന്നെയാണ്. ഇപ്പൊ കായിക താരം, നർത്തകർ,
സർജൻ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർമാരൊക്കെ നല്ല സൂക്ഷ്മ ചലനം കൃത്യം അല്ലെങ്കിൽ ഓപ്പറേഷൻ ആള് അടിച്ചു പോകും. ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ ശാരീരിക ചാലക ബുദ്ധിയുള്ള ആളുകളിൽ കാണുന്നതാണ്. ഇപ്പൊ കായിക താരങ്ങളിൽ സർക്കസ് നടത്തുന്ന ആളുകള്, നർത്തകര്, സർജറി നടത്തുന്നവർ, ജിംനാസ്റ്റുകൾ, ഇവരിലൊക്കെ കാണുന്ന ബുദ്ധിയാണ് ശാരീരിക ചാലക ബുദ്ധി. ഇപ്പൊ സർക്കസ്, അപ്പൊ ഉദാഹരണം മൈമിങ് ഒക്കെ നടത്തുന്ന, ക്ലാസ് റൂമിൽ നടത്തുന്ന മൈമിങ്, അതൊക്കെ ശാരീരിക ചാലക ബുദ്ധിയാണ്. അതുപോലെ ഒറിഗാമി ഇല്ലേ, നമ്മള് പേപ്പർ കൊണ്ടൊക്കെ ബോട്ട് ഉണ്ടാക്കുന്നത്, അത് കൂടുതലും ശാരീരിക ചാലക ബുദ്ധിയാണ്. അതിന് സൂക്ഷ്മ ചലനം ആവശ്യമാണ്. അതുപോലെ കളിമൺ ശില്പം നിർമ്മിക്കല്, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ഇതില് ശരിക്ക് ശാരീരിക ചലനമുണ്ട്, പ്ലസ് വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്, കൂടുതൽ ശാരീരിക ചലനം. അപ്പൊ ഈ ശാരീരിക ചാലകം അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സർക്കസ് കളിക്കാരിൽ കാണപ്പെടുന്ന ബുദ്ധി ശാരീരിക ചാലക ബുദ്ധി, നർത്തകിയിൽ കാണപ്പെടുന്ന ബുദ്ധി ശാരീരിക ചാലക ബുദ്ധി, അങ്ങനെ ചോദ്യം പരീക്ഷയ്ക്ക് വരാറുണ്ട്. അടുത്ത് അന്തർവ്യക്തി അല്ലെങ്കിൽ വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്, മറ്റുള്ളവരുടെ വികാരങ്ങളും പെരുമാറ്റവും മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഇടപഴകാനുമുള്ള കഴിവ്, ആ ബുദ്ധിയാണ് ഇന്റർപേഴ്സണൽ. രാഷ്ട്രീയം, അപ്പൊ നമുക്ക് മറ്റുള്ളവരുമായി പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കാനുള്ള കഴിവുള്ള ആളുകൾ ഉണ്ടാവും, അത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളാണ്. ഇപ്പൊ സാമൂഹിക പ്രവർത്തകർ, അധ്യാപകർക്ക് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വേണം. കൗൺസിലർമാർ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള മുന്നിലുള്ള ആളുമായിട്ട് ഭയങ്കര ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ കൗൺസിലിംഗ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ കാണുന്നതാണ് വ്യക്തിയാന്തര ബുദ്ധി. ക്ലാസ് റൂമിൽ കൊടുക്കുന്ന സംഘപ്രവർത്തനങ്ങൾ, ചർച്ചകൾ, സംവാദം, പ്രൊജക്റ്റുകൾ, സെമിനാറുകൾ, ഇതിനൊക്കെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് വേണം. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് വേണം അവതരിപ്പിക്കാൻ, പക്ഷെ അതിന് അവതരണത്തിന് മുമ്പ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇന്റർപേഴ്സണൽ, കാരണം ചർച്ചകൾ വരണം, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാനും അതിലെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാനൊക്കെ ഉള്ള ഒരു മനസ്സൊക്കെ വരണം. അതൊക്കെ വരുന്നത് സാധാരണ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടാവുമ്പോഴാണ് അത് വരിക. അപ്പൊ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അഥവാ വ്യക്തിയാന്തര ബുദ്ധി, രാഷ്ട്രീയക്കാരിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിയാണ് വ്യക്തിയാന്തര ബുദ്ധി. സാമൂഹിക പ്രവർത്തകരിലും കൗൺസിലർമാരിലും ഒക്കെ കാണപ്പെടുന്ന ബുദ്ധിയാണ്. അടുത്തത് ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള പെരുമാറ്റമാണ്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ച് തന്നെ മനസ്സിലാക്കുക, സ്വന്തം വികാരങ്ങളും പരിമിതികളും തിരിച്ചറിയാനുള്ള കഴിവ്. സ്വന്തം വികാരങ്ങളും പരിമിതികളും തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് ആന്തരിക വൈയക്തിക ബുദ്ധി അഥവാ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. തത്വചിന്തകന്മാര്, മനഃശാസ്ത്രജ്ഞന്മാര്, സന്യാസിമാര്, എഴുത്തുകാര്, ഇപ്പൊ ചില എഴുത്തുകാർ എഴുതാനുള്ള കഴിവ് മാത്രമല്ല, അവർക്ക് അവരുടെ കഴിവ് തിരിച്ചറിയാൻ പറ്റിയാൽ മാത്രമല്ല എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി. ആന്തരിക വൈയക്തിക ബുദ്ധി. ഇപ്പൊ ക്ലാസ് റൂമിൽ നടക്കുന്ന സ്വയം വിലയിരുത്തൽ പ്രവർത്തനം, സെൽഫ് ഇവാലുവേഷൻ പറയും, സെൽഫ് അസസ്മെന്റ് എന്നൊക്കെ പറയും. അപ്പൊ സെൽഫ് അസസ്മെന്റ് ആന്തരിക വൈയക്തിക ബുദ്ധിക്ക് ഉദാഹരണമാണ്. സെൽഫ് അസസ്മെന്റ്, സ്വയം വിലയിരുത്തൽ, സ്വതന്ത്ര ചിന്ത, അതുപോലെ വായനാക്കുറിപ്പ്, ചിത്ര രചന, ഡയറി ഏറ്റവും പ്രധാനപ്പെട്ട ഡയറി. ഒരു കുട്ടി ഡയറി എഴുതുന്നു എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. കുട്ടിക്ക് കുട്ടിയെ കുറിച്ചാണ് കുട്ടി എഴുതുന്നത്. നിനക്ക് എന്തൊക്കെയുണ്ട്, ഞാൻ എന്തൊക്കെയായി, ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതാണല്ലോ ഡയറി. അപ്പൊ ഡയറി എഴുതുന്ന പ്രവർത്തനം ആന്തരിക വൈയക്തിക ബുദ്ധിക്ക് ഉദാഹരണമാണ്. വായനാക്കുറിപ്പ് തയ്യാറാക്കുക, ഒരു വായിച്ച് സ്വന്തം അഭിപ്രായം എഴുതുകയാണ്, അപ്പൊ വായനാക്കുറിപ്പ് തയ്യാറാക്കുന്നത് എന്ന കുട്ടിയിൽ കാണുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. അതുപോലെ സ്വയം വിലയിരുത്തൽ നടത്തുന്നത് ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. അവസാനത്തതാണ് പ്രകൃതിപരമായ ബുദ്ധി അഥവാ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. പ്രകൃതിയിലെ വസ്തുക്കളെയും
ജീവജാലങ്ങളെയും തിരിച്ചറിയാനും തരംതിരിക്കാനുമുള്ള കഴിവിനെയാണ് പ്രകൃതിപരമായ കഴിവ്. ഏറ്റവും അവസാനമായി ഹവാർഡ് ഗാർഡ്നർ കൂട്ടിച്ചേർത്ത ബുദ്ധിയാണ് പ്രകൃതിപരമായ ബുദ്ധി. കർഷകരിലും സസ്യശാസ്ത്രജ്ഞന്മാരിലും പരിസ്ഥിതി പ്രവർത്തകരിലൊക്കെ കാണുന്ന ബുദ്ധിയാണ് പ്രകൃതിപരമായ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ പ്രകൃതിപരമായ ബുദ്ധിയില് ഇപ്പൊ നമുക്കറിയാം കുട്ടികൾക്ക് ഇത്തരം കഴിവുകൾ വരും. ഇപ്പൊ ഉദാഹരണത്തിന് സ്കൂൾ പച്ചക്കറിത്തോട്ടം അല്ലെ, അതുപോലെ എന്താ പറയാ മറ്റേ ഇതില്ലേ ഇക്കോ പാർക്ക്, സ്കൂളിൽ ഇക്കോ പാർക്ക്, ഒരു മരം നടുക, ഇതൊക്കെ പ്രകൃതിപരമായ ബുദ്ധിയാണ്. പ്രകൃതിപരമായ ബുദ്ധി. ഇപ്പൊ ഇങ്ങനെ 8 പ്രധാനപ്പെട്ട ബുദ്ധിയാണ്. ഇതിൽ 2 ചോദ്യം പരീക്ഷയ്ക്ക് എന്തായാലും വരും. മുമ്പ് ചോദിച്ച ജൂൺ 2018 ചോദിച്ച ഈ ചോദ്യം കുറെ പ്രാവശ്യം ചോദിച്ചതാണ്. ഒരു മോഡൽ നിങ്ങൾക്ക് പറയാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ഹവാർഡ് ഗാർഡ്നർ. ഹവാർഡ് ഗാർഡനറുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം ശരിയായ ജോഡി ശില്പി ഭാഷാപരമായ ബുദ്ധി, തത്വചിന്തന ശാരീരിക ചലനം, ഡാൻസർ അന്തർവൈയക്തികം, കർഷകൻ പ്രകൃതി. പരീക്ഷ നവംബർ 2024 ചോദിച്ചതാണ്. അപ്പൊ ആൻസർ കർഷകൻ പ്രകൃതിപരമായി. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരും. ഇനി അത് കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ 2 ചോദ്യം ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് വരിക എന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. കുറേ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ നിന്ന് 2 ചോദ്യം വെച്ച് ഏകദേശം 10, 20, 50 ചോദ്യങ്ങളെങ്കിലും നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ നിന്ന് കാണാൻ പറ്റും. ഇതുവരെ ഉള്ള കേട്ടറ്റ് പരീക്ഷയിൽ ബുദ്ധിമാപനമാണ് എടുത്തത്. മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ്. മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് അതിൽ നിന്ന് 1 മാർക്കിന് പരീക്ഷയ്ക്ക് വരും. 1 മാർക്കിന് വരുന്ന ഏരിയയാണത് ബുദ്ധിമാപനം. ബുദ്ധി പരീക്ഷകളുടെ പിതാവ്, ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ്, ആൽഫ്രഡ് ബീനെ. നമ്മൾ നേരത്തെ പറഞ്ഞു സിംഗിൾ ഫാക്ടർ തിയറിയുടെ പിതാവ് ആൽഫ്രഡ് ബീനെയാണ്. അപ്പൊ ബുദ്ധി പരീക്ഷകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബീനെയാണ്. ബുദ്ധി പരീക്ഷകളുടെ പിതാവ് ആൽഫ്രഡ് ബീനെ. 1905 തിയോഡർ സൈമണുമായി ചേർന്നാണ് ആദ്യത്തെ ബുദ്ധി പരീക്ഷ. അതിന്റെ പേര് ബീനെ സൈമൺ മാബിനി, ബീനെ സൈമൺ സ്കെയിൽ. ബീനെ സൈമൺ സ്കെയിൽ ആദ്യത്തെ ബുദ്ധി പരീക്ഷയുടെ പേരാണ്. 1905 ആൽഫ്രഡ് ബീനെ 1905 രൂപപ്പെടുത്തിയ ബുദ്ധി പരീക്ഷ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആദ്യത്തെ ബുദ്ധി പരീക്ഷയുടെ പേര് ബീനെ സൈമൺ സ്കെയിൽ. 1905 വർഷം ഇമ്പോർട്ടന്റ് അല്ല. അടുത്തതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മാനസിക വയസ്സ് അഥവാ മെന്റൽ ഏജ് എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആൽഫ്രഡ് ബീനെയാണ്. മാനസിക വയസ്സ് 2 വയസ്സാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവുക. മാനസിക വയസ്സും യഥാർത്ഥ വയസ്സും കാലിക വയസ്സും, ക്രോണോളജിക്കൽ ഏജ് ആൻഡ് മെന്റൽ ഏജ്. ഇപ്പോ 45 വയസ്സായ ഒരാളുടെ കാലിക വയസ്സ് 45 തന്നെയാണ്. പക്ഷെ അയാൾക്ക് ചിലപ്പോ 50 വയസ്സായ അല്ലെങ്കിൽ കുറച്ചും കൂടെ ഉയർന്ന തരത്തിലുള്ള ഉയർന്ന ബുദ്ധി നിലവാരം ഉണ്ടാവാം. അപ്പൊ അയാളുടെ മാനസിക വയസ്സ് ചിലപ്പോൾ 50 ആയിരിക്കും. അപ്പോ 5 വയസ്സായ ഒരു കുട്ടിയുടെ യഥാർത്ഥ വയസ്സ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് 5 പക്ഷെ ആ കുട്ടിക്ക് 10 വയസ്സുകാരന്റെ നിലവാരം ഉണ്ടെങ്കിലോ മാനസിക വയസ്സ് 10. അപ്പോ മാനസിക വയസ്സ് എന്നുള്ളത് ഈ ബുദ്ധിമാപനത്തില് വളരെ പ്രധാനപ്പെട്ടതാണ്, മെഷർമെന്റിൽ. അപ്പോ മാനസിക വയസ്സ് എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് ആൽഫ്രഡ് ബീനെയാണ്. അപ്പൊ ആൽഫ്രഡ് ബീനെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത വില്യം സ്റ്റേൺ ആൻഡ് ലൂയിസ് ടെർമൻ 1912 ഐക്യു ബുദ്ധിമാനം, ഐക്യു ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം സ്റ്റേൺ. ഐക്യു എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് വില്യം സ്റ്റേൺ. അദ്ദേഹം ഐക്യു സമം MA/CA മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് എന്നാണ് അദ്ദേഹം ആ ഒരു സൂത്രവാക്യത്തിന് ആദ്യം കൊടുത്തത് വില്യം സ്റ്റേൺ. അത് ആൽഫ്രഡ് ബീനെ അല്ല, വില്യം സ്റ്റേൺ ആണ് ഐക്യുവിന് നിർവചനം കൊടുത്തത്. ഇന്റലിജൻസ് കോഷ്യന്റ്
ബുദ്ധിമാനം എന്ന ആ ഒരു MA/C എന്നായിരുന്നു. അതിലൊരു *100 എന്നൂടെ ചേർത്ത് ഇപ്പൊ കാണുന്ന സൂത്രവാക്യം ഉണ്ടാക്കിയത് ലൂയിസ് ടെർമൻ ആണ്. ലൂയിസ് ടെർമൻ. IQ is equal to MA/CA into 100. മാനസിക വയസ്സ് ബൈ കാലിക വയസ്സ് into 100. ഈ ഒരു സൂത്രവാക്യം ഉണ്ടാക്കിയത് ലൂയിസ് ടെർമൻ ആണ്. അതിന്റെ തുടക്കം വില്യം സ്റ്റേൺ ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഈ സൂത്രവാക്യം പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സ്ഥിരമായി ചോദിക്കാറുണ്ട്. ഈ സൂത്രവാക്യം വെച്ച് ചില പ്രോബ്ലംസും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എല്ലാ പരീക്ഷയിലും ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവും, നമ്മളെ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടുണ്ടാവും. ഇപ്പൊ ബുദ്ധിമാനം IQ കണ്ടെത്താനുള്ള IQ സമം MA/CA into 100. MA/CA into 100. MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ്, ബുദ്ധി പരീക്ഷയിലൂടെ ലഭിക്കുന്ന സ്കോറിനെയാണ് ആ കുട്ടിയുടെ മാനസിക വളർച്ച എന്ന് പറയുന്നത്. കാലിക വയസ്സ് ജനനത്തീയതി വെച്ചുള്ള യഥാർത്ഥ വയസ്സ്. ഒരു പരീക്ഷ നടത്തുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്കോർ വെച്ചിട്ട് അതിന് എത്രയാണ് MA എന്നുള്ളത് കണ്ടെത്തും. മാനസിക വയസ്സ് അങ്ങനെയാണ് കണ്ടെത്തുക. കാലിക വയസ്സ് പറഞ്ഞാൽ ഒരു യഥാർത്ഥ വയസ്സാണ്, കുട്ടിയുടെ യഥാർത്ഥ വയസ്സ്. അപ്പൊ അതിനെ വെച്ചിട്ടാണ് ഈ സൂത്രവാക്യം വെച്ച് കുട്ടിയുടെ IQ, ബുദ്ധി നിലവാരം എത്രയുണ്ട് എന്ന് കണ്ടെത്തും. ഇത് വെച്ച് പരീക്ഷയ്ക്ക് സാധാരണ ചോദ്യങ്ങൾ വരാറുണ്ട്. ഒരു ചോദ്യം എല്ലാവരും എഴുതിയെടുത്തോളൂ. ഞാനൊരു ചോദ്യം പറയാം. ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 12ഉം കാലിക വയസ്സ് 10ഉമാണെങ്കിൽ കുട്ടിയുടെ IQ എത്ര? ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 12ഉം കാലിക വയസ്സ് 10ഉമാണെങ്കിൽ IQ എത്ര? ഈ സൂത്രവാക്യം വെച്ച് ചെയ്താൽ മതി, സിമ്പിളാണ്. ചിലപ്പോൾ IQ തരും, എന്നിട്ട് മാനസിക വയസ്സ് കണ്ടെത്താനും ചോദ്യം വരും കേട്ടോ. അങ്ങനെ മാത്തമാറ്റിക്സ് ഫോർമുല വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻസർ എല്ലാം ചെയ്തിട്ടുണ്ടാവും. 12/10 into 100 അങ്ങനെയാണല്ലോ വരിക. MA 12, CA 10 into 100. അപ്പൊ 120 എന്നാണ് ആൻസർ വരിക. ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ വരും. ഇനിയിപ്പോ അതിൽ നിന്ന് വന്ന 2 ചോദ്യം നോക്കാം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 12 എങ്കിൽ IQ എത്ര? നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വേറെ ചോദ്യം പറയാം. ഒരു കുട്ടിയുടെ IQ 140 ആണെങ്കിൽ 140 ആണ്. ഒരു കുട്ടിയുടെ IQ 140 ആണ്. അവന്റെ യഥാർത്ഥ പ്രായം 10 വയസ്സാണെങ്കിൽ മാനസിക വയസ്സ് എത്ര? അങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, തിരിച്ചു മറിച്ച് ചോദിക്കും. അപ്പൊ ആ ഇക്വേഷൻ വെച്ച് നമ്മൾ ചെയ്യണം. IQ തരും, 140 ആണ് IQ. യഥാർത്ഥ പ്രായം തരും, യഥാർത്ഥ പ്രായം 10 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാനസിക വയസ്സ് എത്ര? അങ്ങനത്തെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നിട്ടുണ്ട്. ആൻസർ ചിലരൊക്കെ ടൈപ്പ് ചെയ്തിരുന്നുണ്ട്. ആൻസർ കിട്ടിയിട്ടുണ്ടാവും. 14 ആണ് MA. MA is equal to 14. ഇനി ഈ ഒരു ഇതെല്ലാവരും പഠിച്ചു വെക്കണം. ഈ ഒരു ചാർട്ട് ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബുദ്ധിശക്തിയുടെ വർഗീകരണം, ടെർമൻസ് IQ സ്കെയിൽ എന്നാണ് ഇതിന് പറയാം. 100 നമ്മൾ ഇപ്പൊ പറഞ്ഞല്ലോ 140 ആണ് IQ എന്ന് പറഞ്ഞു. 140 മുകളിലാണെങ്കിൽ മുകളിലാണെങ്കിൽ പ്രതിഭാശാലി അല്ലെങ്കിൽ ഗിഫ്റ്റഡ് അല്ലെങ്കിൽ ജീനിയസ്, ഇതാണ് നമ്മൾ പറയാം. അപ്പൊ ഇങ്ങനെയും തരും കേട്ടോ. IQന്റെ സൂത്രവാക്യം തന്നിട്ട് ഈ കുട്ടി ഏത് നിലവാരത്തിലുള്ളതാണ്, പ്രതിഭാശാലി, അതിബുദ്ധിമാൻ, അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് വരാം.
120 മുതൽ 139 വരെ ഐക്യു ഉള്ള കുട്ടികളെയാണ് വെരി സുപ്പീരിയർ അല്ലെങ്കിൽ അതിബുദ്ധിമാൻ അല്ലെങ്കിൽ അതിശ്രേഷ്ഠ ബുദ്ധി എന്ന് വിളിക്കുന്നത്. അതിശ്രേഷ്ഠ ബുദ്ധി 120 മുതൽ 139 വരെ. 110 മുതൽ 119 വരെ സുപ്പീരിയർ ശ്രേഷ്ഠ ബുദ്ധി അല്ലെങ്കിൽ മികച്ച ബുദ്ധി. ശ്രേഷ്ഠ ബുദ്ധി അല്ലെങ്കിൽ മികച്ച ബുദ്ധി എന്ന് പറയുന്നത് 110 മുതൽ 119 വരെയാണ്. 90 മുതൽ 109 വരെ ശരാശരി ബുദ്ധി. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിലുണ്ടാവുക ശരാശരി, ആവറേജ്. ഏറ്റവും ടോപ്പുള്ളവരൊക്കെ വേഗം എവിടെയെങ്കിലൊക്കെ കയറിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഒരുവിധമല്ല അധികം ആളുകൾ, ഒരു 50% ശരാശരിയാണ്. 90 മുതൽ 109 വരെ. 80 മുതൽ 89 വരെ ശരാശരിയിൽ താഴെ അഥവാ ഡൾ എന്നാണ് പറയാ. 80 മുതൽ 89 വരെ ഡൾ അഥവാ ശരാശരിയിൽ താഴെ. 70 മുതൽ 79 വരെ അതിർവരമ്പിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ എന്നാണ് പറയുക. ബോർഡർ ലൈൻ. 70 താഴെ ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്നവർ, ഇന്റലക്ച്വൽ ഡിസേബിൾഡ്. ഇന്റലക്ച്വൽ ഡിസേബിൾഡ്, ID, ഇന്റലക്ച്വൽ ഡിസേബിൾഡ് എന്നാണ് പറയുക. 70 താഴെ. ഈ ഒരു ചാർട്ട് നമ്മൾ കൃത്യമായും പഠിച്ചു വെക്കണം. ഈ 70 താഴെയുള്ള കുട്ടികളെ ഒന്നും കൂടെ നമുക്ക് ഒന്ന് സബ് ഡിവൈഡ് ചെയ്താൽ, അത് നോട്ട് ചെയ്തിട്ടുള്ള സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടില്ല. 50 മുതൽ 70 വരെയുള്ള കുട്ടികൾ അറിയപ്പെടുന്നത് എഡ്യൂക്കബിൾ എന്നാണ്, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ സാധാരണ ക്ലാസ് മുറിയിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കാൻ പറ്റുന്ന കുട്ടികളാണ് മൈൽഡ് എന്ന് പറയും. മൈൽഡ് MR, മൈൽഡ് MR എന്നാണ് അവരെ വിളിക്കുന്നത്. മൈൽഡ്. വലിയ പ്രയാസങ്ങളൊന്നും, എന്നാൽ ചെറിയൊരു പ്രയാസം അവർക്ക് ഉണ്ടാവും. 50 മുതൽ 70 വരെ ഐക്യമുള്ള കുട്ടികളെയാണ് മൈൽഡ് MR, മൈൽഡ്. എഡ്യൂക്കബിൾ എന്നാണ് അവരെ പറയാം. എഡ്യൂക്കബിൾ, വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. അവർ ഇന്റഗ്രേറ്റഡ് സ്കൂളിലാണ് നമ്മൾ സാധാരണ വിടുന്നത്. ഇനി 35 മുതൽ 49 വരെ ഐക്യമുള്ള കുട്ടികള് മോഡറേറ്റ് ആണ്. മോഡറേറ്റ്, ബുദ്ധിമാന്യമുള്ള കുട്ടികളിൽ തന്നെ മോഡറേറ്റ് വിഭാഗത്തിലാണ് അവർ വരുന്നത്. അതുപോലെ 20 മുതൽ 34 വരെയുള്ള കുട്ടികൾ സീവിയർ കേസാണ്. അവർക്ക് ട്രെയിനബിൾ എന്നാണ് അവർ പറയുന്നത്. എഡ്യൂക്കബിൾ അല്ല, അവർക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പ്രയാസമായിരിക്കും അവരെ. പകരം അവർക്ക് ട്രെയിനബിൾ, നല്ല ട്രെയിനിങ് ഉള്ള തരം പ്രവർത്തനങ്ങൾ കൊടുത്താൽ അവർ ചെയ്യും. 20 താഴെയുള്ള കുട്ടികൾ പ്രൊഫൗണ്ട് എന്നാണ്. 20 താഴെ ഐക്യ വരുന്നത് പ്രൊഫൗണ്ട് ആണ്. അവർക്ക് ഒരു തരത്തിലുള്ള ട്രെയിനബിളും അല്ല, എഡ്യൂക്കബിൾ അല്ല. അവർക്ക് ബെഡ് റിഡൻ ആയിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ സഹായം, ബാത്റൂമിൽ പോകാനടക്കം മറ്റുള്ളവരുടെ സഹായം വേണ്ടി വരും. എല്ലാത്തിനും സഹായം ആവശ്യമുള്ള കുട്ടികളാണ് പ്രൊഫൗണ്ട്. അപ്പൊ 4 തരത്തിലുള്ളതാണ്. 70 താഴെയുള്ള ബുദ്ധിമാന്യമുള്ള കുട്ടികളെ 4 തരത്തിലാണ് തിരിച്ചിട്ടുള്ളത്. IQ 50 മുതൽ 70 വരെയുള്ള കുട്ടികൾ മൈൽഡ് കേസാണ്. അവരെ നമ്മൾ എഡ്യൂക്കബിൾ എന്നാണ് പറയാ. അവരെ നമുക്ക് സാധാരണ സ്കൂളിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കാം. മോഡറേറ്റ് എന്ന് പറയുന്ന IQ 35 മുതൽ 49 വരെയാണ്. സിവിയർ എന്ന് പറയുന്ന IQ 20 മുതൽ 34 വരെയാണ്. ഇവരെ ട്രെയിനബിൾ എന്നാണ് പറയാ. ഇവർക്ക് സ്പെഷ്യൽ സ്കൂളാണ് ഏറ്റവും നല്ലത്. പ്രൊഫൗണ്ട് എന്ന് പറയുന്നത് IQ 20 താഴെയുള്ള കുട്ടികൾ. അവർക്ക് സ്പെഷ്യൽ സ്കൂളോ ഇന്റഗ്രേറ്റഡ് സ്കൂളോ കഴിയില്ല. അവർ വീട്ടിൽ തന്നെ ബെഡ് റിഡൻ ആയിരിക്കും. പരസഹായം ആവശ്യമുള്ള കുട്ടികളായിരിക്കും. അപ്പൊ ഈ ഒരു ചാർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാം നോട്ട് ചെയ്യാം. ഈ പ്രധാനപ്പെട്ട ബുദ്ധി പരീക്ഷകൾ അതുണ്ടാക്കിയ ആളുകളുടെ പേര് മാത്രം പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട ബുദ്ധി പരീക്ഷ. ഒന്നാമത്തത് വെക്സ്ലർ സ്കെയിൽ, WAIS. ആ ഒരു പേര് നമ്മൾ പഠിച്ചു വെക്കുക. കാര്യം വെച്ചാല് ചിലപ്പോൾ അതിന്റെ ഫുൾ ഫോം ഒക്കെ തരും, അല്ലെങ്കിൽ WAIS ഏത് അളക്കാനുള്ളതാണ് അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കും. ബുദ്ധി അളക്കാനുള്ള. അപ്പൊ അതിന്റെ ഫുൾ ഫോം വെക്സ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്നാണ്.
WAIS, വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. മുതിർന്നവർക്ക് വേണ്ടി വെഷ്ലർ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധി പരീക്ഷയാണ് WAIS, വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ. കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയതാണ് WISC, വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. വെഷ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. അതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വെഷ്ലറുടെ ഈ രണ്ടെണ്ണം അതിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിലും WAIS, WISC ഇത് രണ്ടും ബുദ്ധി പരീക്ഷയാണെന്ന് തിരിച്ചറിയാൻ പറ്റിയാൽ മതി. രണ്ടാമത്തത് റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ്, RPM. അതും ഒരു ബുദ്ധി പരീക്ഷയാണ്. RPM ഏറ്റവും പ്രശസ്തമായ അവാചിക പരീക്ഷ. മറ്റേ ചോദ്യം ചോദിക്കുന്നതാണ്, വാചികമാണ് ഇത്, അവാചികമാണ്, നോൺ വെർബൽ ടെസ്റ്റ് ആണ്. അപ്പോ റാവൻസ് പ്രോഗ്രസീവ് മാട്രിസസ് RPM എന്ന് പറയുന്നത് നോൺ വെർബൽ ടെസ്റ്റ് ആണ്, ബുദ്ധി പരീക്ഷയാണ്. ഇന്ത്യയിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ബുദ്ധി പരീക്ഷയുടെ പേരാണ് ഭാട്ടിയാസ് ബാറ്ററി. CM ഭാട്ടിയാണത് നിർമ്മിച്ചത്. CM ഭാട്ടിയ. മറ്റത് വെഷ്ലർ ആണ്, മറ്റത് റാവൻസ് ആണ്. പേരായി തന്നെ ഉണ്ട്. RPM എന്ന് കാണുമ്പോൾ പെട്ടെന്ന് റാവൻസ് കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം പഠിച്ചാൽ കിട്ടും. ഭാട്ടിയ, CM ഭാട്ടിയ എന്ന് പറയുന്ന വ്യക്തിയാണ് ഭാട്ടിയാസ് ബാറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊന്ന് സെഗിൻഫോം ബോർഡ്, ബുദ്ധിമാന്യമുള്ള കുട്ടികളെ തിരിച്ചറിയാൻ മരപ്പലകയിലെ കുഴികളിൽ രൂപങ്ങൾ വെക്കുന്ന ടെസ്റ്റ് ആണ് സെഗിൻഫോം ബോർഡ്. അത് ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. സെഗിൻഫോം ബോർഡ്. 4 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 3 ആണെങ്കിൽ ബുദ്ധിമാനം എത്രയാണ്? 4 വയസ്സുള്ള കുട്ടിയുടെ മാനസിക വയസ്സ് 3 ആണെങ്കിൽ ബുദ്ധിമാനം 75. IQ നിർണ്ണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചതൊക്കെ കേട്ടറ്റിന്റെ ഇയർ അടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. വില്യം സ്റ്റേൺ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്തത് വൈകാരിക ബുദ്ധി. ഇതിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും വരും പരീക്ഷയ്ക്ക്. വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ്, EQ. വൈകാരിക ബുദ്ധി, വൈകാരിക ബുദ്ധി അഥവാ EQ. എന്താണ് വൈകാരിക ബുദ്ധി? സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും അവയെ നിയന്ത്രിക്കാനും ജീവിത വിജയത്തിനായി ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവിനെയാണ് വൈകാരിക ബുദ്ധി എന്ന് വിളിക്കുന്നത്. സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാനും അവയെ നിയന്ത്രിക്കാനും ജീവിത വിജയത്തിനായി ഉപയോഗപ്പെടുത്താനുമുള്ള കഴിവിനെയാണ് വൈകാരിക ബുദ്ധി എന്ന്. അപ്പോ എന്താണ് വൈകാരിക ബുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കുക. ആ വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച 2 വ്യക്തികളാണ്. ഒന്ന് പീറ്റർ സെലോവി, മറ്റൊന്ന് ജോൺ മേയർ. വൈകാരിക ബുദ്ധി എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നത് പീറ്റർ സെലോവിയും ജോൺ മേയറും. എന്നാൽ വൈകാരിക ബുദ്ധി എന്ന ആശയത്തെ ജനകീയമാക്കിയ വ്യക്തിയാണ് ഡാനിയൽ ഗോൾമാൻ. പക്ഷെ എപ്പോഴും വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തി എന്നുള്ള ചോദ്യത്തിൽ ഡാനിയൽ ഗോൾമാൻ എന്നാണ് ഉണ്ടാവുക. അപ്പൊ ഡാനിയൽ ഗോൾമാൻ ആണ് വൈകാരിക ബുദ്ധി എന്ന ആശയം ജനകീയമാക്കിയത്, വൈകാരിക ബുദ്ധിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഇമോഷണൽ ഇന്റലിജൻസ്, വൈ ക്യാൻ മാറ്റർ മോർ ദാൻ IQ എന്ന പുസ്തകം. ഇമോഷണൽ ഇന്റലിജൻസ് അതാണ് യഥാർത്ഥത്തിൽ EQ അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന ആശയത്തെ ജനകീയമാക്കിയത്. അപ്പോ വൈകാരിക ബുദ്ധി എന്ന ആശയം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ പീറ്റർ സെലോവി, ജോൺ മേയർ. വൈകാരിക ബുദ്ധി എന്ന ആശയവുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തി ഡാനിയൽ ഗോൾമാൻ. അവിടെ ജോൺ മേയറും പീറ്റർ സെലോവിയും ഓപ്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ നമുക്ക് ആ ക്വസ്റ്റിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റും. അടുത്തത്, എന്തൊക്കെയാണ് വൈകാരിക ബുദ്ധിയുടെ ഘടകങ്ങൾ? 5 ഘടകങ്ങളാണ് വൈകാരിക ബുദ്ധിക്കുള്ളത്. ഈ ഘടകങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
താഴെ കൊടുത്തവയിൽ വൈകാരിക ബുദ്ധിയുടെ ഘടകമല്ലാത്തത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ താഴെ കൊടുത്തവയിൽ വൈകാരിക ബുദ്ധിയുടെ ഘടകമാവുന്നത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 5 നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഒന്ന്, സ്വാവബോധം അല്ലെങ്കിൽ സെൽഫ് അവയർനെസ്, സ്വന്തം വികാരങ്ങളെയും കഴിവുകളെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ വൈകാരിക ബുദ്ധിയുടെ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത്. സെൽഫ് അവയർനെസ്, സ്വാവബോധം, സ്വന്തം വികാരങ്ങളെയും കഴിവുകളെയും തിരിച്ചറിയാം. രണ്ടാമത്തത് ആത്മനിയന്ത്രണം അഥവാ സെൽഫ് റെഗുലേഷൻ, വികാരങ്ങളെ വിവേകത്തോടെ നിയന്ത്രിക്കൽ, വികാരങ്ങളെ വിവേകത്തോടെ നിയന്ത്രിക്കൽ, സെൽഫ് റെഗുലേഷൻ, ആത്മനിയന്ത്രണം. മൂന്നാമത്തത് ആത്മചോദനം, സെൽഫ് മോട്ടിവേഷൻ, ലക്ഷ്യങ്ങൾ നേടാൻ സ്വയം പ്രചോദിതനാവുക, സെൽഫ് മോട്ടിവേഷൻ. നാലാമത്തത് സഹാനുഭൂതി അഥവാ എംപതി. എംപതി എന്ന് പറയുന്നത് സിംപതി അല്ല. സഹാനുഭൂതിയും അനുകമ്പയും രണ്ടാണ്. സിംപതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രയാസം കണ്ട് അയ്യോ പാവം എന്ന് പറയാന്നുള്ളതാണ്. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വിഷമവും വികാരവും മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഒരു കണ്ണ് കാണാത്ത ഒരാളെ കാണുമ്പോൾ ഓ പാവട്ടോ എന്ന് പറഞ്ഞാൽ അത് സിംപതി മാത്രമാണ്. എന്നാൽ അയാളെ കൈപിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കാനുള്ള മനസ്സ് വന്നാൽ അതിനെയാണ് നമ്മൾ എംപതി അല്ലെങ്കിൽ സഹാനുഭൂതി എന്ന് വിളിക്കുന്നത്. അഞ്ചാമത്തത് സാമൂഹിക നൈപുണികൾ അഥവാ സോഷ്യൽ സ്കിൽസ്, നല്ല വ്യക്തിബന്ധങ്ങളും നേതൃപാഠവും സ്ഥാപിക്കുക. ഈ 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചേർന്നതാണ് വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോ ഐക്യുവിനേക്കാളും ഒരു ആൾക്ക് വേണ്ടത് ഇക്യു ആണെന്നാണ് പറയുന്നത്. കാരണം ഇക്യു ഇല്ലാത്ത വെറും ഐക്യു മാത്രമുള്ള കുട്ടികൾ ആരോടും യാതൊരു എന്താ പറയാ ഉത്തരവാദിത്വവും ഇല്ലാതെ നടക്കും. ഐക്യു നല്ലോണ്ടാവും, പക്ഷെ എല്ലാ ലഹരിക്കും അടിമയായി ജീവിതം തന്നെ താറുമാറാം. അപ്പൊ ഇക്യു ഉള്ളൊരു കുട്ടിയെ സംബന്ധിച്ച് ഒരിക്കലും ഒരു സാമൂഹിക ജീവി എന്നുള്ളതിൽ നിന്ന് അവൻ ഒരിക്കലും മാറാൻ സാധ്യമല്ല. ഈ 5 ക്വാളിറ്റീസ് ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈക്യു ഉണ്ടാവുള്ളൂ. സ്വന്തം വികാരങ്ങളെയും കഴിവുകളെയും തിരിച്ചറിയാന്ന് പറഞ്ഞാൽ സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തം വികാരങ്ങളും കഴിവും തിരിച്ചറിയാൻ പറ്റിയാൽ തന്നെ. പിന്നെ രണ്ടാമത് അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ്. വികാരങ്ങളെ വിവേകത്തോടെ നിയന്ത്രിക്കണം, സെൽഫ് റെഗുലേഷൻ. ലക്ഷ്യങ്ങൾ നേടാൻ സ്വയം പ്രചോദിതനാവണം, സെൽഫ് മോട്ടിവേഷൻ. അപ്പൊ സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, സെൽഫ് മോട്ടിവേഷൻ. നാലാമത്തെ ഏറ്റവും പ്രധാനം എംപതിയാണ്. എംപതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയാണ്. മറ്റുള്ളവരുടെ വിഷമവും വികാരവും മനസ്സിലാക്കാൻ കഴിയണം. അഞ്ചാമത്തത് നല്ല വ്യക്തിബന്ധങ്ങളും നേതൃപാഠവും സ്ഥാപിക്കുന്ന സോഷ്യൽ സ്കിൽസ്. ഈ 5ഉം ചേർന്നതാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത്. ഐക്യവും ഇക്യവും നമ്മളുടെ ചെറിയൊരു താരതമ്യം നോക്കുക. ഐക്യു എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായ കഴിവ് മാത്രമാണ്. അത് ജന്മസിദ്ധമാണ്, മാറ്റം വരുത്താൻ അത്ര വലിയ മാറ്റം വരുത്താൻ പ്രയാസമാണ്. എന്നാൽ ഐക്യു ജീവിത വിജയത്തിൽ 20% മാത്രമേ പങ്കുവഹിക്കുന്നുള്ളൂ. ഐക്യു നല്ല ഐക്യു ഉണ്ട് വിചാരിച്ച ഒരാൾ ജീവിതത്തിൽ വിജയിച്ചോളണം എന്നില്ല. ഐക്യു നല്ല ബുദ്ധിയുണ്ട്, പക്ഷെ ജീവിത വിജയം ഉണ്ടായിക്കോളണമെന്നില്ല. എന്നാൽ ഇക്യു എന്ന് പറഞ്ഞാൽ വൈകാരികവും സാമൂഹികവുമായ കഴിവാണ് ഇക്യു. ഇത് പരിശീലനത്തിലൂടെ വികസിപ്പിച്ചെടുക്കാൻ കഴിയും. ജീവിത വിജയത്തിന്റെ 80% പങ്കും ഇക്യു ആണ് വഹിക്കുന്നത്. ഐക്യു ഉള്ള ആൾക്ക് ഇക്യു ഉണ്ടാവും. ഐക്യു ഉണ്ട് എന്ന് കരുതി ഇക്യു ഉണ്ടായിക്കോളണം എന്നില്ല. ഐക്യു ഇല്ലാത്ത ആൾക്ക് ഇക്യു ഉണ്ടാവാം. അപ്പൊ ഇക്യു ഉണ്ടാവുക എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം. നേരത്തെ പറഞ്ഞല്ലോ, ഐക്യു വേണം, ഒപ്പം ഇക്യുവും വേണം. അടുത്തതിൽ ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഡാനിയൽ ഗോൾമാൻ മുന്നോട്ട് വെച്ച വൈകാരിക ബുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടാത്തതേത്? ഡാനിയൽ ഗോൾമാൻ ഒന്നാമത് സെൽഫ് എസ്റ്റീം ആണ്. സെൽഫ് എസ്റ്റീം ആണ് പെടാത്തത്. ബാക്കിയെല്ലാം ഇതിൽ പെടുന്നതാണ്. അപ്പൊ അത്രയാണ് അതിൽ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്താണ്. അടുത്ത് പഠനത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ആന്തരിക ഘടകങ്ങൾ. പഠനത്തെ സ്വാധീനിക്കുന്ന ആന്തരിക ഘടനകൾ ഒന്ന് ബുദ്ധി, അഭിപ്രേരണ, മോട്ടിവേഷൻ.
താല്പര്യം, ഇൻട്രസ്റ്റ്, അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്, മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ഉത്കണ്ഠ, ആങ്സൈറ്റി, പഠനശൈലി, സ്റ്റൈൽ ഓഫ് ലേണിംഗ്, പരിപക്വനം, മച്ചുറേഷൻ, ഇതൊക്കെ പഠനത്തെ സ്വാധീനിക്കുന്ന ആന്തരിക ഘടകങ്ങളാണ്. പഠനത്തെ സ്വാധീനിക്കുന്ന ബാഹ്യ ഘടകങ്ങൾ എന്ന് പറയുന്നത് പഠനാന്തരീക്ഷം, അധ്യാപകൻ, വിദ്യാലയ സൗകര്യങ്ങള്, കുടുംബ സാമൂഹിക ഘടകങ്ങൾ, ICT, ഇതെല്ലാം ബാഹ്യ ഘടകങ്ങളാണ്. പഠന പ്രക്രിയ എങ്ങനെയാണ് പഠനത്തെ സ്വാധീനിക്കുന്നത്? പഠന സന്നദ്ധത, പഠന വേഗത, പഠന സംക്രമണം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളോട് നമുക്ക് ഇന്ന് പറയാം. അഭിപ്രേരണ. എന്താണ് അഭിപ്രേരണ? അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ, അഭിപ്രേരണക്ക് ഒരു നിർവചനം കൊടുത്ത ആളാണ് സ്കിന്നർ. പരീക്ഷയ്ക്ക് ചോദിച്ചത് 2026 ഫെബ്രുവരിയിലെ ചോദ്യം വന്നതാണ് സ്കിന്നറുമായി ബന്ധപ്പെട്ട്. അഭിപ്രേരണ എന്നത് പഠനത്തിലേക്കുള്ള രാജപാതയാണ്. അഭിപ്രേരണ എന്നത് പഠനത്തിലേക്കുള്ള രാജപാതയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് സ്കിന്നർ. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തിയെയാണ് അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ എന്ന് പറയാം. ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കേട്ടിട്ട് കിട്ടണം. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്കൊരു അഭിപ്രേരണ ഉണ്ട്. ജോലി പോകും എന്നുള്ള അഭിപ്രേരണയാണ്. ജോലി പോയാൽ നമുക്ക് റിസ്ക്, ജോലി പോകുന്നതിനേക്കാൾ കൊണ്ട് ടെറ്റ് കിട്ടാതെ ജോലിയിൽ നിന്ന് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥ ചിന്തിക്കാൻ നമുക്ക് വയ്യ. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഇടങ്ങേറിച്ച സമയത്ത് ഈ ക്ലാസ് ഒക്കെ കാണുന്നത്. അതൊരു അഭിപ്രേരണയാണ്. പരീക്ഷ ജയിച്ചാൽ സമ്മാനം കിട്ടും എന്ന് പറയുന്നതിന് അഭിപ്രേരണയാണ്. പരീക്ഷ ജയിച്ചാൽ ജോലി കിട്ടും എന്ന് പറയുന്ന അഭിപ്രേരണ. അപ്പൊ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ആന്തരിക ശക്തിയാണ്. സ്കിന്നർ എന്ന് പറഞ്ഞത് പഠനത്തിലേക്കുള്ള രാജപാതയാണ്, സൂപ്പർ ഹൈവേ ടു ലേണിംഗ് എന്നാണ് അഭിപ്രേരണ എന്ന് പറയുന്നത്. അഭിപ്രേരണ ചക്രം അഥവാ മോട്ടിവേഷൻ സൈക്കിൾ 3 പ്രധാനപ്പെട്ടതാണ് അഭിപ്രേരണ ചക്രത്തിൽ വരുന്നത്. ഒന്ന് ആവശ്യം, നീഡ്. ഒരാൾക്ക് അഭിപ്രേരണ ഉണ്ടാവണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ വേണം. ഒന്ന് നീഡ് വേണം. ഞാൻ നേരത്തെ പറഞ്ഞു, കേട്ടിട്ട് കിട്ടാൻ നമ്മൾ ആവശ്യം എന്ന് പറയുന്നത് അതൊരു നീഡാണ്. അപ്പൊ ശരീരത്തിനോ മനസ്സിലുണ്ടാകുന്ന ഒരു കുറവ് അല്ലെങ്കിൽ അഭാവം അത് നീഡാണ്. ഭക്ഷണത്തിന്റെ കുറവുണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം കിട്ടാനുള്ള ഒരു ചോദന ഉണ്ടാവും. അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് പോകേണ്ടി വരിക, സർവീസിന് പോകേണ്ടി വരിക. അപ്പൊ ഇതെങ്ങനെയെങ്കിലും എഴുതി, അപ്പൊ ഒരു ആവശ്യമാണ്. രണ്ടാമത് ചോദന. ആവശ്യം നിമിത്തമുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതക്കാണ് ചോദന എന്ന് പറയും. ഇപ്പൊ ഭക്ഷണത്തിന്റെ കുറവുണ്ടാകുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാവും, അത് ചോദനയാണ്. അതുപോലെയാണ് കേട്ടിട്ട് കിട്ടുക എന്നുള്ളതാണ്. കേട്ടിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ കേട്ടിട്ട് കിട്ടണം എന്ന് നമുക്ക് ഒരു ആഗ്രഹം, വല്ലാതെ ആവശ്യം വരുമ്പോൾ നമുക്കൊരു മാനസിക അസ്വസ്ഥത. കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അതാണ് രണ്ടാമത്. 3 ലക്ഷ്യമാണ്. ചോദനയെ ശമിപ്പിക്കുന്ന വസ്തു അല്ലെങ്കിൽ സാഹചര്യം. ഇവിടെ ഭക്ഷണത്തിന് കുറവുണ്ടാകുമ്പോൾ വിശപ്പുണ്ടാവുന്നു, വിശപ്പ് മാറ്റും, നമ്മൾ ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറ്റുന്നു. അതുപോലെ ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കുന്നു. ഇതെങ്ങനെയും പഠിച്ച് ഞാൻ എഴുതിയെടുക്കും, വേറൊരു ഓപ്ഷനിലേക്കും ഞാൻ പോകുന്നില്ല, കോടതിയിൽ പോകാൻ ഞാൻ തയ്യാറല്ല, വേറൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ഈ പരീക്ഷ എഴുതിയെടുക്കും എന്നുള്ള ലക്ഷ്യമാണ്. അപ്പൊ ഈ 3 കാരണങ്ങളാണ് മോട്ടിവേഷന്റെ ബേസ്. ഒന്ന് ആവശ്യം, നീഡ്. രണ്ടാമത്തത് ചോദന, ഡ്രൈവ്. മൂന്നാമത്തത് ലക്ഷ്യം. ഇനി 2 തരത്തിലുള്ള അഭിപ്രേരണ ഉണ്ട്. ഒന്ന് ആന്തരിക അഭിപ്രേരണ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആന്തരിക അഭിപ്രേരണ അഥവാ ഇൻട്രിൻസിക് മോട്ടിവേഷൻ. മറ്റൊന്ന് ബാഹ്യ അഭിപ്രേരണ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. ആന്തരിക അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ ബാഹ്യ പ്രതിഫലം ഒന്നും ആഗ്രഹിക്കാതെ പ്രവൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷത്തിനായി ചെയ്യുന്നതാണ് ആന്തരിക അഭിപ്രേരണ. കുട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ തോന്നുന്ന അഭിപ്രേരണയ്ക്കാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയാം. മറ്റൊരാളുടെയും പ്രേരണയില്ലാതെ സ്വയം തോന്നുന്നു. ഉദാഹരണം, ഇഷ്ടമുള്ള കഥാപുസ്തകം വായിക്കുക, അത് കുട്ടിക്ക് ആന്തരിക അഭിപ്രേരണ ഉള്ളതുകൊണ്ടാണ്. ചിത്രം വരയ്ക്കുക,
പരീക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കുക. ഇതൊക്കെ ആന്തരിക അഭിപ്രേരണയാണ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. എന്നാൽ ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ സമ്മാനം, മാർക്ക്, ജോലി നേടാനോ ശിക്ഷ ഒഴിവാക്കാനോ വേണ്ടി ചെയ്യുന്നതാണ് ബാഹ്യ അഭിപ്രേരണ. സമ്മാനമോ മാർക്കോ ജോലിയോ ഇതൊക്കെ നേടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ശിക്ഷ ഒഴിവാക്കാനോ വേണ്ടി ചെയ്യുന്നതാണ്. വേറൊരാളുടെ എന്താ പറയാ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ ചെയ്യുന്നതാണ് ബാഹ്യ അഭിപ്രേരണ. പരീക്ഷയിൽ ജയിച്ചാൽ സൈക്കിൾ വാങ്ങിത്തരാമെന്ന് അച്ഛൻ പറഞ്ഞത് കൊണ്ട് മാത്രം പഠിക്കുകയാണെങ്കിൽ ബാഹ്യ അഭിപ്രേരണയാണ്. അതേസമയം ഒന്നും വാങ്ങിയെന്നില്ലെങ്കിലും എനിക്ക് നല്ല മാർക്ക് ക്ലാസ്സിൽ കിട്ടണം എന്നുള്ള ആവേശത്തിൽ പഠിക്കുകയാണെങ്കിൽ ആന്തരിക അഭിപ്രേരണയാണ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ്. ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാല് മറ്റൊരാളുടെ അഭിപ്രേരണ തന്നെ ബാഹ്യം. പരീക്ഷയിൽ ജയിച്ചാൽ സൈക്കിൾ വാങ്ങിത്തരാം, അതാണ് ബാഹ്യ അഭിപ്രേരണ. മറ്റു ചില അഭിപ്രേരണകളുണ്ട്. അത് ആ അഭിപ്രേരണ ഉണ്ടാക്കിയ ആളെ പേര് മാത്രം പഠിച്ചാൽ മതി. ഒന്ന് സാഫല്യ അഭിപ്രേരണ അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. കഴിഞ്ഞ ഇതിൽ കേട്ടിട്ട് രണ്ടിന് ചോദിച്ചാണ് ഈ ചോദ്യം. സാഫല്യ അഭിപ്രേരണ അല്ലെങ്കിൽ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഡേവിഡ് മക്ലെലൻഡ്. ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാനും തടസ്സങ്ങൾ മറികടക്കാനുമുള്ള ആഗ്രഹത്തിനെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. നേട്ടങ്ങൾ നേടാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഏതെങ്കിലും ഒരു നേട്ടം കിട്ടുക എന്നുള്ള. അപ്പൊ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഡേവിഡ് മക്ലെലൻഡ്, ഉയർന്ന ലക്ഷ്യങ്ങൾ നേടാനും തടസ്സങ്ങൾ ഒഴിവാക്കാനുമുള്ള ആഗ്രഹം. ആ ആളാരാന്ന് മാത്രങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അച്ചീവ്മെന്റ് മോട്ടിവേഷൻ അഥവാ സാഫല്യ അഭിപ്രായയുടെ ഉപജ്ഞാവ് ഡേവിഡ് മക്ലെലൻഡ്. നൈസർഗിക വാദം അല്ലെങ്കിൽ ഇൻസ്റ്റിങ്ക്റ്റ് തിയറി വില്യം മക്ഡ്യൂഗൽ. 14 ജന്മവാസനകളും അനുബന്ധ വികാരങ്ങളുമാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ആളാണ് വില്യം മക്ഡ്യൂഗൽ. ഇൻസ്റ്റിങ്ക്റ്റ് തിയറി എന്നാണ് പറയാ, ഇൻസ്റ്റിങ്ക്റ്റ് തിയറി, നൈസർഗികവാദം. മറ്റൊന്ന് ഡ്രൈവ് റിഡക്ഷൻ തിയറി, ക്ലർക്ക് ഹൾ. ഡ്രൈവ് റിഡക്ഷൻ തിയറി ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് മോട്ടിവേഷൻ. അപ്പൊ ഡ്രൈവ് റിഡക്ഷൻ തിയറി, ക്ലർക്ക് ഹൾ, ഈ മൂന്നാളുടെ പേരും അഭിപ്രേരണയും മാത്രം പഠിച്ചു വെക്കുക. സാഫല്യ അഭിപ്രേരണ അഥവാ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ഡേവിഡ് മക്ലെലൻഡ്. നൈസർഗികവാദം അഥവാ ഇൻസ്റ്റിങ്ക്റ്റ് തിയറി വില്യം മക്ഡ്യൂഗൽ. ഡ്രൈവ് റിഡക്ഷൻ തിയറി ക്ലർക്ക് ഹൾ. അടുത്തത് പഠന സംക്രമണം, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പശ്ചിമ നമ്മൾ പരീക്ഷയ്ക്ക് വരുന്ന ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ. പഠന സംക്രമണം അഥവാ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. എന്താണ് പഠന സംക്രമണം? ഒരു സാഹചര്യത്തിൽ നേടിയ അറിവോ നൈപുണ്യോ പരിശീലനമോ മറ്റൊരു സാഹചര്യത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് പഠന സംക്രമണം അഥവാ പഠനാന്തരണം എന്ന് വിളിക്കുന്നത്. 3 തരത്തിലുള്ള പഠനാന്തരണമാണുള്ളത്. ഒന്ന് അനുകൂല സംക്രമണം അഥവാ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അഥവാ അനുകൂല സംക്രമണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിക്കുന്നത് മറ്റൊരു കാര്യം പഠിക്കാൻ സഹായിക്കുന്നു. നമ്മളൊരു കാര്യം പഠിച്ചത് മറ്റൊരു കാര്യം പഠിക്കും. സൈക്കിൾ ഓടിക്കുന്നത് ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ സഹായമാകും. ഇപ്പോൾ സീറ്റ് ബാലൻസ് ഒക്കെ കിട്ടാൻ ഇപ്പൊ സൈക്കിൾ പഠിച്ചത് ബൈക്ക് പഠിക്കാൻ സഹായിക്കുന്നു, അത് അനുകൂല സംക്രമണമാണ്. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചത് കമ്പ്യൂട്ടർ പഠനത്തിന് സഹായിക്കുന്നു, അനുകൂല സംക്രമണം അഥവാ പോസിറ്റീവ് ട്രാൻസ്ഫർ. എന്നാൽ പ്രതികൂല സംക്രമണം ഉണ്ടാവും. പഴയ പഠനം പുതിയ പഠനത്തിന് തടസ്സമാവും. ഇന്ത്യയിൽ ഡ്രൈവിംഗ് പഠിച്ച ഒരാൾ അമേരിക്കയിൽ ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു. ഇന്ത്യ നന്നായി ഡ്രൈവ് ചെയ്യും, പക്ഷെ അത് അമേരിക്കയിൽ അത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് ഡ്രൈവ് ചെയ്യാം. അപ്പൊ പ്രതികൂല സംക്രമണം, നെഗറ്റീവ്. ശൂന്യ സംക്രമണം, ഒരു അറിവ് പുതിയ അറിവിനെ സഹായിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ചരിത്രം പഠിക്കുന്നത് ഡ്രൈവിംഗ് പഠനത്തെ ബാധിക്കുന്നില്ല. ഒരു അനുകൂല സംക്രമണം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ പഠനം മറ്റൊന്നിനെ പോസിറ്റീവായിട്ട് നമ്മളെ സഹായിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്പ് റൈറ്റിംഗ് പഠനം കമ്പ്യൂട്ടർ പഠനത്തെ. പ്രതികൂല സംക്രമണം എന്ന് പറഞ്ഞാൽ ഒരു പഠനം മറ്റൊരു പഠനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇവിടുന്ന് ഡ്രൈവിംഗ് പഠിച്ച ആൾ അമേരിക്കയിൽ ഡ്രൈവ് ചെയ്യാൻ പ്രയാസമാവും. ശൂന്യ സംക്രമണം, ഒരു അറിവ് പുതിയ അറിവിനെ സഹായിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നില്ല, അതാണ് ശൂന്യ സംക്രമണം. ചില ട്രാൻസ്ഫർ ഓഫ് ലേണിംഗിന്റെ സിദ്ധാന്തങ്ങള് അതുണ്ടാക്കിയ ആളെ പേരും കൂടെ പഠിച്ചു വെച്ചാൽ മതി.
സംക്രമണ സിദ്ധാന്തം, തിയറീസ് ഓഫ് ട്രാൻസ്ഫർ. ഒന്ന് സമാന ഘടക സിദ്ധാന്തം, തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ്. ആളെ പേരും ആ സിദ്ധാന്തത്തിന്റെ പേര് മാത്രം പഠിച്ചാൽ മതി. സമാന ഘടക സിദ്ധാന്തം, ഐഡന്റിക്കൽ എലമെന്റ്സ്, E.L. തൊണ്ടൈക്ക്. തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ്, E.L. തൊണ്ടൈക്ക്. രണ്ട് വിഷയങ്ങൾ തമ്മിൽ സമാനമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സംക്രമണം നടക്കൂ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കൂ എന്ന തിയറിയാണ് സമാന ഘടക സിദ്ധാന്തം, തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ്, E.L. തൊണ്ടൈക്ക്. രണ്ടാമത്തെ സിദ്ധാന്തം സാമാന്യവൽക്കരണ സിദ്ധാന്തം, തിയറി ഓഫ് ജനറലൈസേഷൻ, ചാൾസ് ജഡ്. ചാൾസ് ജഡ് എന്നും ജുഡ് എന്നും പറയാം. ചാൾസ് ജഡ്. പൊതുതത്വങ്ങൾ മനസ്സിലാക്കിയാൽ അത് മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം. സാമാന്യവൽക്കരണ സിദ്ധാന്തം, പൊതുതത്വങ്ങൾ മനസ്സിലാക്കിയാൽ അത് മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം എന്ന് പറയുന്ന തിയറിയാണ് സാമാന്യവൽക്കരണ സിദ്ധാന്തം. മൂന്നാമത്തത് തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞന്മാരാണ് തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ ഉണ്ടാക്കി. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് സംക്രമണം നടക്കുക, പാർട്ടല്ല. ഹോളിസ്റ്റിക് ആയിട്ട് ഒരു കാര്യത്തെ മനസ്സിലാക്കുമ്പോഴാണ് പഠനാന്തരണം നടക്കുക എന്ന് പറഞ്ഞാണ് ട്രാൻസ്പോസിഷൻ തിയറി. നാലാമത്തത് ആദർശ സിദ്ധാന്തം, തിയറി ഓഫ് ഐഡിയൽസ്. W.C. ബാഗ്ലി എന്ന് പറയുന്ന ആളാണ് തിയറി ഓഫ് ഐഡിയൽസ് ഉണ്ടാക്കിയത്. അറിവുകളല്ല, മൂല്യങ്ങളും ആദർശങ്ങളുമാണ് സംക്രമണം ചെയ്യപ്പെടുന്നത് എന്നാണ് തിയറി ഓഫ് ഐഡിയൽസ് അഥവാ ആദർശ സിദ്ധാന്തം. ഈ 4 സിദ്ധാന്തങ്ങൾ പഠന സംക്രമണ സിദ്ധാന്തങ്ങളാണ്. പലപ്പോഴും കേട്ടിട്ട് ചോദിച്ചതാണ്. ഒന്നാമത് സമാന ഘടക സിദ്ധാന്തം, തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ്, E.L. തൊണ്ടൈക്ക്. രണ്ട് വിഷയങ്ങൾ തമ്മിൽ സമാനമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സംക്രമണം നടക്കൂ, E.L. തൊണ്ടൈക്ക്. രണ്ട് സാമാന്യവൽക്കരണ സിദ്ധാന്തം, തിയറി ഓഫ് ജനറലൈസേഷൻ, ചാൾസ് ജൂഡ്. പൊതുതത്വങ്ങൾ മനസ്സിലാക്കിയാൽ അത് മറ്റ് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ തിയറി. മൂന്നാമത് തിയറി ഓഫ് ട്രാൻസ്പോസിഷൻ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞന്മാരാണിത് മുന്നോട്ട് വെച്ചത്. കാര്യങ്ങളെ മൊത്തത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് സംക്രമണം നടക്കുന്നത്. നാലാമത് ആദർശ സിദ്ധാന്തം, തിയറി ഓഫ് ഐഡിയൽസ്. W.C. ബാഗ്ലിയാണ് ഇത് മുന്നോട്ട് വെച്ചത്. അറിവുകളല്ല, മൂല്യങ്ങളും ആദർശങ്ങളുമാണ് സംക്രമണം ചെയ്യപ്പെടുന്നത്. നമുക്ക് മുൻകാല ചോദ്യങ്ങൾ. 2012 ചോദിച്ച ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച മനീതക്ക് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് പെട്ടെന്ന് വഴക്കമുള്ളതായി മാറി. ഇതിന് കാരണം പഠനാന്തരണം. ഇനി പഠന വൈകല്യങ്ങളാണ് അടുത്തത്. ഇതിൽ നിന്നൊരു ചോദ്യം പരീക്ഷയ്ക്ക് വരും. നമ്മൾ 6 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 7 ക്വസ്റ്റ്യൻ വരെയൊക്കെ ഇതിൽ വരാം. 6 ക്വസ്റ്റ്യൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഏരിയയിൽ നിന്ന് ഓരോ ചോദ്യം വരും എന്ന് ഞാൻ പറഞ്ഞത് അതേപോലെ തന്നെ വരും. അത് നിങ്ങൾക്ക് അത്രയും സൈക്കോളജിയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങുന്നതിന് പുറമെ മറ്റ് വിഷയങ്ങളുടെ മെത്തഡോളജിയിലും ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചു വരാറുണ്ട്. അതുകൊണ്ട് ഈ സൈക്കോളജിയിലെ മാർക്ക് മാത്രമല്ല നിങ്ങൾക്ക് ജയിക്കാൻ, മറ്റ് വിഷയങ്ങളിൽ വരുന്ന മെത്തഡോളജിയിലും ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റീസ്. എന്താണ് പഠന വൈകല്യം? സാധാരണയോ അതിൽ കൂടുതലോ ബുദ്ധിയുള്ള കുട്ടികൾക്ക് വായന, എഴുത്ത്, ഗണിതം എന്നിവയിൽ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടിനെയാണ് പഠന വൈകല്യം എന്ന് പറയാം. നമ്മൾ വിചാരിക്കും പോലെ പഠന പിന്നോക്കാവസ്ഥയല്ല പഠന വൈകല്യം. ക്ലാസ് റൂമിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടി ഉണ്ടാവും, വായിക്കാൻ അറിയില്ല, എഴുതാൻ അറിയില്ല. ആ കുട്ടീനെ നിങ്ങൾ ഒരു കാരണവശാലും പഠന വൈകല്യം എന്ന് പറയരുത്. പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും, പക്ഷെ ഏതെങ്കിലും ഒരു ഏരിയയിൽ അവര് ബ്രെയിനിലെ ചില പ്രശ്നങ്ങൾ കൊണ്ട് വൈകല്യം ഉണ്ടാകും. ചിലപ്പോൾ വായിക്കുന്നതിലായിരിക്കും, എഴുതുന്നതിലായിരിക്കും ഒക്കെ ആയിരിക്കും. ഇപ്പൊ ഐൻസ്റ്റീൻ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ്, പക്ഷെ അദ്ദേഹം പഠന വൈകല്യമുള്ള ആളായിരുന്നു. ഗാന്ധിജി പഠന വൈകല്യമുള്ള ആളായിരുന്നു. അപ്പൊ ഇത് ബുദ്ധിമാന്യമല്ല, പഠന പിന്നോക്കവും അല്ല കേട്ടോ. ബുദ്ധിമാന്യം എന്ന് പറഞ്ഞാൽ IQ 70 കുറഞ്ഞ ബുദ്ധിമാന്യായി. പക്ഷെ ഇത് IQ 140 ഒക്കെ ഉണ്ടാവും, പക്ഷെ ചില ഏരിയയിൽ മാത്രം വൈകല്യം. ഇത് ഒരു നാഡീ സംബന്ധമായ തകരാറാണ്, ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ്. തലച്ചോറിലെ ഏതോ ഒരു ഞരമ്പിന്റെ തകരാറ് കൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ് പഠന വൈകല്യം. പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് പഠന വൈകല്യമല്ല. ബുദ്ധിമാന്യം എന്ന് പറയുന്നതും
പഠന വൈകല്യമല്ല. സാധാരണയോ അതിൽ കൂടുതലോ ബുദ്ധിയുള്ള കുട്ടികൾക്ക് വായന, എഴുത്ത്, ഗണിതം തുടങ്ങിയ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ന്യൂറോളജിക്കൽ ഡിസോർഡർ കൊണ്ടുണ്ടാകുന്ന വൈകല്യമാണ് പഠന വൈകല്യം. ലേണിംഗ് ഡിസബിലിറ്റി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് 1963 സാമുവൽ കിർക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ്. സാമുവൽ കിർക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞനാണ് പഠന വൈകല്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. ഒന്ന് ഡിസ്ലെക്സിയ. വായനാ വൈകല്യത്തിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ, അക്ഷരങ്ങൾ തിരിച്ചറിയാനും വായിക്കാനുമുള്ള ബുദ്ധിമുട്ടിനെയാണ് ഈ ഡിസ്ലെക്സിയ എന്ന് പറയാം. ഇപ്പൊ ചില കുട്ടികളൊക്കെ വായിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം, ചില അക്ഷരങ്ങൾ തലതിരിച്ച് വായിക്കും. സോ എന്ന് കുട്ടി കാണുന്നത് വാസ് എന്നായിരിക്കും. കുട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു ഞരമ്പിന്റെ തകരാറല്ല, കാണാൻ അതാണ്. പിന്നെ നമ്മൾ അടിച്ചിട്ട് കാര്യമില്ല. സോ എന്ന് ഒരിക്കലും കാണില്ല, തിരിച്ചാ കാണുന്നത്. അപ്പൊ കുട്ടി വാസ് എന്ന് വായിക്കും. വായിക്കാൻ അറിയാത്തോണ്ടല്ല, പക്ഷെ കാഴ്ചയിൽ ആ കുട്ടിക്ക് അതാണ് തോന്നുന്നത്. താരേ സമീൻ പർ എന്നുള്ള പടം സിനിമ, ഹിന്ദി സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിയായാലും അക്ഷരങ്ങൾ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന പോലെ കുട്ടിക്ക് തോന്നും. അപ്പൊ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ വായനാ വൈകല്യമാണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്തിലുള്ള വൈകല്യമാണ്, വികൃതമായ കൈപ്പട. ഇല്ലെജിബിൾ ഹാൻഡ് റൈറ്റിംഗ്, കയ്യും കണ്ണും തമ്മിലുള്ള ഏകോപന കുറവുകൊണ്ടാണ്. അപ്പോ ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്താണ്. ഇപ്പൊ എഴുത്തിലുള്ള വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ. കയ്യക്ഷരം മോശമാണ് എന്നുള്ള അല്ല, അത് കയ്യക്ഷരം മോശമായ കുട്ടി ഡിസ്ഗ്രാഫിയുള്ള കുട്ടി ആയിക്കൊള്ളുന്നില്ല. പക്ഷെ അക്ഷരങ്ങൾ തന്നെ മാറിപ്പോയി, എഴുതുമ്പോൾ അക്ഷരങ്ങൾ തന്നെ മാറിപ്പോയി. ലത എന്നുമ്പോ തലാന്ന് എഴുതുള്ളൂ, ഇത്ര പറഞ്ഞാലും തലാന്ന് എഴുതുള്ളൂ. അപ്പൊ അത് ഡിസ്ഗ്രാഫിയാണ്. ഡിസ്കാൽക്കുലിയ. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ഗണിതത്തില് കാൽക്കുലേഷൻ നടത്തുന്നതിലുള്ള വൈകല്യമാണ്. പ്ലസ് മൈനസ് ഇൻറ്റു ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും, അതാണ് ഡിസ്കാൽക്കുലിയ. നാലാമത് ഡിസ്പ്രാക്സിയ. ഇതൊരു പഠന വൈകല്യമല്ല, പക്ഷേ പഠന വൈകല്യത്തിന്റെ കൂട്ടത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതൊരു ചാലക വൈകല്യമാണ്. പേശികളുടെ ചലനം ഏകോപിപ്പിക്കാൻ ബുദ്ധിമുട്ട്, ഷൂലേസ് കിട്ടുക, ബട്ടൺ ഇടുക, അതിനൊക്കെ പ്രയാസം വരും. അപ്പൊ പേശികളുടെ ഏകോപനത്തിനുള്ള ബുദ്ധിമുട്ടാണ് ഡിസ്പ്രാക്സിയ, ചാലക വൈകല്യം. അതേപോലെ മറ്റൊന്നാണ് അഫാസിയ. അഫാസിയ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിനുള്ള പോരായ്മ, അഫാസിയ. അപ്പൊ ഡിസ്പ്രാക്സിയ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അഫാസിയയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അഫാസിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഫാസിയ ആശയവിനിമയത്തിനുള്ള ബുദ്ധിമുട്ടാണ് അഫാസിയ. ഡിസ്പ്രാക്സിയ പറഞ്ഞാൽ ചാലക വൈകല്യത്തിനുള്ള ബുദ്ധിമുട്ടാണ്, ചാലക വൈകല്യമാണ്, ചലിക്കാനുള്ള പ്രയാസമാണ്. അപ്പോൾ ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, അഫാസിയ. അത് എപ്പോഴും സ്ഥിരമായി ചോദിക്കുന്ന ഈ 5 എണ്ണം പഠിച്ചു വെക്കുന്ന ഒരു ചോദ്യം ഈ ഭാഗത്താണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. എന്താണെന്ന് മാത്രം മനസ്സിലാക്കുക. പിന്നെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. അത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല, ഒരു കാര്യത്തിലും അധിക നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല, എപ്പോഴും ക്ലാസ്സിൽ ഓടി നടക്കും. അത്തരം കുട്ടികളാണ് ADHD. ഇതൊന്നും പഠന വൈകല്യമല്ല, മറ്റ് വൈകല്യങ്ങളിൽ പെടുന്നതാണ്. പഠന വൈകല്യം അത്രയേ ഉള്ളൂ. ADHD ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ADHDന്റെ ഫുൾ ഫോമും. പിന്നെ എപ്പോഴും ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്ത കുട്ടിക്ക് ഏത് വൈകല്യമാണ് ഉണ്ടാവുക? കാരണം വൈകല്യമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് കുറെ ചോദ്യം. അപ്പൊ അശ്രദ്ധ, അമിത ചഞ്ചലത, ഇത് രണ്ടും ഉണ്ടാകുന്നത് ADHD. ഓട്ടിസം എന്ന് പറയുന്നത് ആശയവിനിമയത്തിലും സാമൂഹിക ഇടപെടലുമാണ് പ്രശ്നം ഉണ്ടാവുക. ഒരു കാര്യം ആവർത്തിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടാവും, പക്ഷെ കേട്ട വാക്കുകൾ തത്തയെ പോലെ ആവർത്തിച്ച് പറയുന്ന ശീലം ഉണ്ടാവും ഓട്ടിസംകാർക്ക്. അതിന് പറയുന്നത് എക്കോലാലിയ എന്നാ. എക്കോലാലിയ, കേട്ട വാക്കുകൾ ഇങ്ങനെ തത്ത പറയും പോലെ ആവർത്തിച്ച് പറയുന്ന ശീലത്തിനെയാണ് എക്കോലാലിയ. എക്കോലാലിയ, കേട്ട വാക്കുകൾ തത്തയെ പോലെ ആവർത്തിച്ച് പറയുന്ന ശീലം ഓട്ടിസം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ശീലമാണ് എക്കോലാലിയ. എക്കോലാലിയ. ഇതൊരു മുൻകാല ചോദ്യങ്ങൾ നോക്കാം. അമ്പിളിക്ക് ഗണിത ചിഹ്നങ്ങൾ എപ്പോഴും മാറിപ്പോകാറുണ്ട്, ഏതാണ് പഠന വൈകല്യം? ഡിസ്കാൽക്കുലിയ. ഇനി അവസാനത്തെ ഒരു ടോപ്പിക് കൂടെ നമുക്ക് എടുക്കാം. ഇതും കൂടെ ഈ തങ്ങൾ തീർത്താൽ നമുക്ക് അടുത്ത 2 ക്ലാസ് കൊണ്ട് സൈക്കോളജി കൊണ്ട് തീർക്കാം. സർഗാത്മകത, ക്രിയേറ്റിവിറ്റി. എന്താണ് സർഗാത്മകത?
പുതുമയുള്ളതും ഉപയോഗപ്രദവുമായ ആശയങ്ങളോ വസ്തുക്കളോ നിർമ്മിക്കാനുള്ള കഴിവിനെയാണ് സർഗാത്മകത എന്ന് പറയും. നമ്മൾ വെറുതെ എന്തെങ്കിലും കോപ്പി അടിച്ചാൽ സർഗാത്മകത ആവില്ല. സർഗാത്മകത എന്ന് പറയുന്നത് പുതുമയുള്ളതാണ്, നോവൽറ്റി വേണം, ഉപയോഗപ്രദമായിരിക്കണം, യൂസ്ഫുൾനെസ് വേണം, ആശയങ്ങളോ വസ്തുക്കളോ നിർമ്മിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, സ്വന്തമുള്ള സാധനമായിരിക്കണം, വേറൊരാളുടെ നോക്കി എഴുതിയാൽ അപ്പൊ അതാണ് സർഗാത്മകത. തലച്ചോറിന്റെ വലത് അർദ്ധഗോളം, റൈറ്റ് ഹെമിസ്ഫിയർ, അതാണ് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. തലച്ചോറിന്റെ വലത് അർദ്ധഗോളമാണ് സർഗാത്മകതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗം. സർഗാത്മകമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആളുകളും ആ ചിന്തകളും മാത്രമാണ് ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ ഇപ്പൊ നിങ്ങൾ ഏകദേശം ഒരു 60-70 പേജ് വായിച്ച ആ ഒരു, അല്ലെങ്കിൽ 100ഓളം പേജ് വായിച്ച അത്രയും ടോപ്പിക് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് മാത്രമാണ് കവർ ചെയ്തിട്ടുള്ളത്. അത്രയും വായിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സമയം 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരുന്നു. അപ്പോ ക്രിയാത്മകതയുമായി അല്ലെങ്കിൽ സർഗാത്മകതയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഒന്ന് E.P. ടോറൻസ്, സർഗാത്മക പരീക്ഷകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് E.P. ടോറൻസ് ആണ്. സർഗാത്മക പരീക്ഷകളുടെ പിതാവ് E.P. ടോറൻസ്. പറയുന്നത് ഡൈവേർജന്റ് തിങ്കിങ് അഥവാ അപസാര ചിന്തനം. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാല് ഒരു ചിന്ത വ്യത്യസ്ത രീതിയിൽ ചിന്തിക്കുന്നതാണ് ഡൈവേർജന്റ്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ചിന്തിക്കുന്നതാണ്. J.P. ഗിൽഫോർഡിനെയാണ് ഡൈവേർജന്റ് തിങ്കിങ്ങിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ഡൈവേർജന്റ് തിങ്കിങ്ങിന്റെ പിതാവ് J.P. ഗിൽഫോർഡ്. അടുത്ത് പാർശ്വചിന്തനം, ലാറ്ററൽ തിങ്കിങ്, എഡ്വേർഡ് ഡി ബോണോയാണ് ലാറ്ററൽ തിങ്കിങ്. അടുത്ത ബ്രെയിൻ സ്റ്റോമിങ്, ഇതൊക്കെ ഓരോ പദങ്ങളാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ പിതാവ് അലക്സ് ഓസ്ബോൺ. ബ്രെയിൻ സ്റ്റോമിങ്, അലക്സ് ഓസ്ബോൺ. അപ്പൊ സർഗാത്മക പരീക്ഷകളുടെ പിതാവ് E.P. ടോറൻസ്, ഡൈവേർജന്റ് തിങ്കിങ്ങിന്റെ പിതാവ് J.P. ഗിൽഫോർഡ്, ലാറ്ററൽ തിങ്കിങ് അഥവാ പാർശ്വചിന്തനത്തിന്റെ പിതാവ് എഡ്വേർഡ് ബി ബോണോ, ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ പിതാവ് അലക്സ് ഓസ്ബോൺ. എന്താണ് ഡൈവേർജന്റ് തിങ്കിങ് എന്ന് നോക്കാം. ഒരു പ്രശ്നത്തിന് പല ഉത്തരങ്ങൾ കണ്ടെത്തുന്നു, അതാണ് ഡൈവേർജന്റ് തിങ്കിങ്. ഇഷ്ടിയോട് നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഒരു ചോദ്യം, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കുട്ടികൾക്ക് പലതും പറയാം. അതിനെയാണ് നമ്മൾ ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയാം. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാലോ അത് ബുദ്ധി മാത്രമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ആ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് കൺവേർജന്റ് തിങ്കിങ്. ഡൈവേർജന്റ് തിങ്കിങ് പറഞ്ഞാല് ഒരു ചോദ്യത്തിന് വ്യത്യസ്ത ഉത്തരങ്ങൾ ഉണ്ടാകും. സർഗാത്മകതയുടെ 4 ഘടകങ്ങൾ. ഒന്ന് ഫ്ലുവൻസിയാണ്, നിശ്ചിത സമയത്തിനുള്ളിൽ എത്രയധികം ആശയങ്ങൾ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഫ്ലുവൻസി. 2 ഫ്ലെക്സിബിലിറ്റി, വഴക്കം, വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങൾ കൊണ്ടുവരാനുള്ള കഴിവാണ് സർഗാത്മകത. 3 ഒറിജിനാലിറ്റി, മൗലികത, മറ്റാരും പറയാത്ത പുതിയതും അപൂർവമായ ആശയം, അതിനെയാണ് ഒറിജിനാലിറ്റി. അവസാനത്തെ എലാബറേഷൻ, വിശദീകരണം, ഒരു ആശയത്തെ വിശദീകരിച്ച് വികസിപ്പിക്കാനുള്ള കഴിവ്. ഈ 4 ഘടകങ്ങളാണ് സാധാരണയായി സർഗാത്മകതയുടെ ഘടകങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. സർഗാത്മക വളർത്താനുള്ള തന്ത്രങ്ങളാണ്. ഒന്ന് ബ്രെയിൻ സ്റ്റോമിങ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ബ്രെയിൻ സ്റ്റോമിങ്, മസ്തിഷ്ക പ്രക്ഷാടനം, മസ്തിഷ്ക പ്രക്ഷോഭം എന്നൊക്കെ പറയും. അതിൽ ക്രിറ്റിസിസത്തിന് പ്രസക്തി ഇല്ല, ആശയങ്ങളുടെ എണ്ണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബ്രെയിൻ സ്റ്റോമിങ്, കൂടുതൽ ആശയങ്ങൾ കണ്ടെത്തുക, അത് ചർച്ച ചെയ്യുക, അതിൽ ക്രിറ്റിസിസം ഇല്ല. സിനെറ്റിക്സ് ആണ് വേർന്ന്, സാമ്യമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്നതിനാണ് സിനെറ്റിക്സ് എന്ന് പറയുന്നത്. സാമ്യമില്ലാത്ത കാര്യങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ച് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുക. മറ്റൊന്ന് ലാറ്ററൽ തിങ്കിങ് അഥവാ പാർശ്വചിന്തനം, തിങ്കിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നാണ്. അതായത് ഒരു കാര്യത്തെ ചിന്തിക്കുമ്പോൾ അതിന്റെ പുറത്തേക്കുള്ള ചിന്ത പോകും, അതാണ് ലാറ്ററൽ തിങ്കിങ് അഥവാ പാർശ്വചിന്തനം. ഇത്രയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഓർമ്മയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇതുണ്ട്, ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. 1.5 മണിക്കൂറാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ
കുറച്ചുകൂടെ കൂട്ടിയെടുത്തതാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ക്ലാസ് എടുക്കാം. പിന്നെ ഒരു ക്ലാസ് കൊണ്ട് നമുക്ക് ബേസിക് സൈക്കോളജിയിലെ ഏറ്റവും നൂതനമായ ട്രെൻഡുകൾ, അതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എല്ലാം കവർ ചെയ്യാം. സമയമുണ്ടെങ്കിൽ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് മൊത്തത്തിലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്താം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കുക. എന്തെങ്കിലും പ്രത്യേക അഭിപ്രായമോ മറ്റോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ അറിയിച്ചാൽ അതിനനുസരിച്ച് അടുത്ത ക്ലാസ് മാറ്റാം. തൽക്കാലം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.